ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ, എല്ലാവരും കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ, താങ്ക് യു. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി यशोदानंदन व्रज जन रंजन यमुना तीरावनचारी जय राधा माधवा जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉണ്ട് പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ. സോറി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗലിതം ഫലം സുഖമുഖാതമൃതാദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകേ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നേതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് എടുക്കേണ്ടത് ശ്രീമദ് ഭാഗവത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായം കുന്തി ദേവിയുടെ പ്രാർത്ഥനകൾ എന്ന അധ്യായത്തിലെ 4ാമത് ശ്ലോകമാണ്. ശരിയല്ലേ മാതാജി? ഹരേ കൃഷ്ണ. 4ാമത് ശ്ലോകമല്ലേ എടുക്കണ്ടേ? ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. വളരെ പ്രധാനപ്പെട്ട ശ്രീമദ് ഭാഗവത്തിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണ് ഈ 8ാമത്തെ അധ്യായം പ്രഥമ സ്കന്ധത്തില്. ഭാഗവതം എന്ന് പറയുന്ന ഈ മഹത് ഗ്രന്ഥം നമ്മൾ നോക്കുമ്പോൾ ഭഗവാന്റെ ഭക്തന്മാരുടെ കഥകളാണ് ഇതിൽ മുഴുവൻ വർണ്ണിക്കുന്നത്. ഭക്തന്മാരുടെ കഥകൾ എന്ന് പറയുമ്പോൾ അവരും ഭഗവാനും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിനെ വളരെ മനോഹരമായിട്ട് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ് നമുക്ക് ശ്രീമദ് ഭാഗവത്തിൽ കാണാൻ സാധിക്കുന്നത്.
അങ്ങനെ ഭക്തന്മാരും ഭഗവാനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് കാണിക്കുമ്പോൾ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം. ഭാഗവത്തില് ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്ന ഭക്തന്മാരുടെ പ്രാർത്ഥനകളാണ്. അതിൽ കുന്തി ദേവിയുടെ പ്രാർത്ഥന പ്രമുഖമായി വരുന്ന ഭാഗങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഗജേന്ദ്ര സ്തുതി, ബ്രഹ്മദേവന്റെ പ്രാർത്ഥന, ഗോപിമാരുടെ പ്രാർത്ഥന, രുദ്രഗീതം മഹാദേവന്റെ പ്രാർത്ഥന, പ്രഹ്ലാദ സ്തുതി പ്രഹ്ലാദ മഹാരാജാവിന്റെ പ്രാർത്ഥന, ധ്രുവ മഹാരാജാവിന്റെ പ്രാർത്ഥന, നാരദരുടെ പ്രാർത്ഥന, ഭീഷ്മദേവരുടെ പ്രാർത്ഥന, ഇങ്ങനെ അനേകം പ്രാർത്ഥനകൾ നമുക്ക് ശ്രീമദ് ഭാഗവത്തിൽ കാണാൻ സാധിക്കും. ഇതിലൊക്കെ ഓരോരുത്തരും അവരവരുടേതായ ലെവലിൽ ഉള്ള പ്രാർത്ഥനകളാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇനിയും ഇതിൽ 8ാമത്തെ അധ്യായത്തിൽ കുന്തിദേവിയുടെ സ്തുതികൾ തുടങ്ങുന്നത് 18ാമത്തെ ശ്ലോകം മുതലാണ്. 18ാമത്തെ ശ്ലോകം മുതൽ 44ാമത്തെ ശ്ലോകം വരെ കണ്ട് ആണ് കുന്തിദേവിയുടെ പ്രാർത്ഥന. നമ്മളിപ്പോൾ നിൽക്കുന്നത് 4ാമത്തെ ശ്ലോകത്തിലാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി പറഞ്ഞു എന്ന് മാത്രം. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അധ്യായത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങളിൽ പാണ്ഡവരുടെ വിഷമ സന്ദർഭങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനിയും ഈ 3ഉം 4ഉം ശ്ലോകങ്ങളില് പാണ്ഡവരുടെ വിഷമ സന്ദർഭങ്ങളെ കുറിച്ചിട്ട് ഇവിടെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം 4ാമത്തെ ശ്ലോകത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സാന്ത്വയാമാസ മുനിഭിർ ഹതബന്ധുൻ ശുചാർപിതാൻ ഭൂദേശു കാലസ്യ ഗതിം ദർശയന്ന പ്രതിക്രിയാം. സാന്ത്വയാമാസ മുനിഭിർ ഹതബന്ധൂൻ ശുചാർപിതാൻ ഭൂദേശു കാലസ്യ ഗതിം ദർശയന്ന പ്രതിക്രിയാം. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. സർവശക്തന്റെ കർശന നിയമത്തെയും ജീവാത്മാക്കളിൽ അവയുടെ പ്രത്യാഘാതങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനും മുനിമാരും ദുഃഖിതരും അഭിഘാതരുമായവരെ ഒന്നുകൂടെ വായിക്കാം വിവർത്തനം. സർവശക്തന്റെ കർശന നിയമത്തെയും ജീവാത്മാക്കളിൽ അവരുടെ പ്രത്യാഘാതങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനും മുനിമാരും ദുഃഖിതരും അഭിഘാതരുമായവരെ സാന്ത്വനിപ്പിക്കാൻ ആരംഭിച്ചു. ഈ 2 ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ പാണ്ഡവരുടെ ദുഃഖങ്ങളെ കുറിച്ച് പറയുകയാണ് ചെയ്തത്. ഇപ്പോൾ അവരെ സാന്ത്വനിപ്പിക്കുന്ന ഭാഗമാണ് നമുക്ക് ഈ 2 ശ്ലോകങ്ങളിൽ കാണുന്നത്. ശ്രീല പ്രഭുപാദയുടെ ഭാവാർത്ഥം വായിക്കാം. പരമദിവ്യോത്തമ പുരുഷന്റെ ആജ്ഞാനുസരണം പ്രവർത്തിക്കുന്ന പ്രകൃതിയുടെ കാർക്കശ്യ നിയമങ്ങൾ ഒരു ജീവസത്തയാലും മാറ്റാൻ സാധ്യമല്ല. സർവശക്തനായ ഭഗവാന്റെ ശാശ്വത അധീനതയിലാണ് ജീവസത്തകൾ. സർവ നിയമ വ്യവസ്ഥകളും ആജ്ഞകളും നിർമ്മിക്കുന്നത് ഭഗവാനാണ്. ഈ നിയമാനുശാസനങ്ങളെ സാധാരണ ധർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ആരുടെയോ അൺമ്യൂട്ടിലാണ്, ദയവ് ചെയ്ത് മ്യൂട്ടിലിരിക്കുക. വിജയ വേണുധാരി പ്രഭു, ഹരേ കൃഷ്ണ, മ്യൂട്ടിൽ വയ്ക്കുക ദയവ് ചെയ്ത്. ഓക്കെ, ആ ഭാവാർത്ഥത്തിന്റെ ആ 2-3 ലൈനുകൾ ഒന്നുകൂടെ നമുക്ക് വായിക്കാം. വളരെ മനോഹരമായ അർത്ഥം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യം നൽകേണ്ട കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പരമദിവ്യോത്തമൻ പുരുഷന്റെ ആജ്ഞാനുസരണം പ്രവർത്തിക്കുന്ന പ്രകൃതിയുടെ കാർക്കശ്യ നിയമങ്ങൾ ഒരു ജീവസത്തയാലും മാറ്റാൻ സാധ്യമല്ല. നമ്മൾ ഇതിനൊക്കെ സാക്ഷിയാണ്, അല്ലെങ്കിൽ നമ്മളിതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രകൃതിയുടെ നിയമങ്ങൾക്ക് ഒരു ജീവസത്തയാലും മാറ്റാൻ സാധ്യമല്ല എന്ന് ഇവിടെ പറയുന്നു. എന്നാൽ ഇതിനെന്തെങ്കിലും മാറ്റം വരുത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? എന്താണ് ഇരിക്കുന്ന സത്സംഗീസിൽ ആർക്കെങ്കിലും ഒന്ന് പറയാമോ?
ഇതിൽ പറഞ്ഞിരിക്കുന്ന ലൈനിന് എന്തെങ്കിലും ഭഗവാന് വ്യത്യാസം ഭഗവാന് പറ്റും. ഭഗവാൻ ഭഗവാന് പറ്റും? സൂര്യനെ മറച്ചു വെച്ചിട്ട് സൺസെറ്റ് ആക്കിയിട്ടില്ലായിരുന്നു. ഓ ഓക്കെ, ദീപമാതാജി, താങ്ക് യു. ഹരേ ഓക്കെ കൃഷ്ണ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാമോ? ഞാൻ ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിച്ച് കേട്ടിട്ട് ഒന്നുകൂടെ ആലോചിക്കുക. എന്താണ്? പരമദിവ്യോത്തമ പുരുഷന്റെ ആജ്ഞാനുസരണം പ്രവർത്തിക്കുന്ന പ്രകൃതിയുടെ കാർക്കശ്യ നിയമങ്ങൾ ഒരു ജീവസത്തയാലും മാറ്റാൻ സാധ്യമല്ല എന്ന് ശില പ്രഭുപാദ് തന്റെ ഭാവാർത്ഥത്തിൽ 1-ാമത്തെ ലൈനിൽ പറയുന്നു. അപ്പൊ ഇതിന് എന്തെങ്കിലും വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എതിരായിട്ട് ആർക്കെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ. ദീപമാതാജിയുടെ അഭിപ്രായം വളരെ മനോഹരമാണ്. മാർക്കണ്ഡേയ മുനി മാർക്കണ്ഡേയ മുനി എന്ത് ചെയ്തു? അല്ല, 18 വയസ്സ് വരെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഫൈൻ. ഓക്കെ, അതൊരു സ്പെസിഫിക് ഇൻസിഡന്റ് ആണ്. കറക്റ്റ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, മായാതീത മാതാജി. ഭക്തർക്ക് ഭക്തിയുത സേവനം ചെയ്യുന്ന ഭക്തർക്ക് ചിലപ്പോൾ സാധ്യമായേക്കാം. എന്നുവെച്ചാല് ഭഗവാൻ അവര് എന്തെങ്കിലും ഭക്തര് വാക്കുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് ചെയ്തുകൊണ്ട് ഭക്തർക്ക് മാറ്റാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഒരു സംശയമുണ്ട് മാതാജിക്ക്. എന്നാലും മായാതീത മാതാജി എല്ലാ സ്ഥലങ്ങളിലും എപ്പോഴും ചോദ്യം ചോദിച്ചാൽ വളരെ പ്രിസൈസ് ആൻസർ കൊണ്ടിരുന്നുണ്ട്. വളരെ സന്തോഷം, താങ്ക് യു മാതാജി. രാവിലെ ഒരു ചോദ്യം ചോദിച്ചു, അതിന് മാതാജി ആൻസർ പറഞ്ഞു. ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ മാതാജി വളരെ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. എന്നാലും അത് തോന്നുന്നു എന്ന വാക്ക് അത് ശരിയല്ല. എന്നാലും വളരെ താങ്ക് യു സോ മച്ച്. യെസ്, അത് ഭക്തന് സാധിക്കും. ഭക്തിയുത സേവനത്തിന്, ഭക്തനല്ല, ഭക്തിയുത സേവനത്തിനാണ് അതിന്റെ പ്രാധാന്യം. അത് ഏത് വ്യക്തിയാണെങ്കിലും അത് ചെയ്യുന്ന വ്യക്തിക്ക് അതിനുള്ള, അല്ലെങ്കിൽ ആ ചെയ്യുന്ന പ്രോസസ്സിന് അതിനുള്ള പവർ ഉണ്ട്. തീർച്ചയായും മാതാജി പറഞ്ഞ വളരെ കറക്റ്റ് ആൻസർ ആണ്. യെസ്, അഡ്വക്കേറ്റ് ലത മാതാജി കൈ ഉയർത്തിയായിരുന്നു. മാതാജി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഷെയർ ചെയ്യൂ. പ്രഭു, കർമ്മങ്ങളെ കൊണ്ട് മാറ്റിമറിക്കാൻ പറ്റും ഭഗവാൻ. കർമ്മങ്ങളെ കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കും. കർമ്മങ്ങൾ ഏത് തരത്തിലുള്ള കർമ്മങ്ങൾ? ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്യാം. ഭഗവത് ഭക്തിയുത സേവന കർമ്മം. യെസ്, അപ്പൊ അത് കർമ്മമല്ല, കർമ്മം മാറി, ഡിവോഷണൽ സർവീസ് ആയി മാറി അല്ലെ? കർമ്മം എന്ന് പറയുമ്പോൾ 3 കർമ്മങ്ങളിൽ വരുന്നു. അതായത് കർമ്മം, അകർമ്മം, വികർമ്മം. ഇതിൽ 3ാമത്തെ എഴുതുമ്പം അപ്പൊ അകർമ്മം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഭക്തിയുത സേവനത്തിൽ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾ. ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. ഭക്തിയുടെ 6 ക്യാരക്ടറിസ്റ്റിക്സ് ഭക്തിരസാമൃത സിന്ധുവിൽ ശ്രീ രൂപ ഗോസ്വാമി പ്രഭുപാദ് പറയുന്നതിൽ 1-ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ക്ലേശജ്ഞ. ക്ലേശജ്ഞ എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിക്കുവാനുള്ള കഴിവ് ഭക്തിയുത സേവനത്തിലുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് അനുസരിച്ച് പരമദിവ്യോത്തമ പുരുഷന്റെ ഐ ഹംബ്ലി റിക്വസ്റ്റ് എവരിബഡി ടു ബി അല്ലെങ്കിൽ ഹോസ്റ്റായിരിക്കുന്ന ആള് ഒന്ന് ശ്രദ്ധിക്കുമോ, ഒന്ന് മ്യൂട്ട് ചെയ്യാൻ. ആരെങ്കിലും അൺമ്യൂട്ട് ആകുകയാണെങ്കിൽ ഹോസ്റ്റ് ആരാണോ ആളൊന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. സോ ആജ്ഞാനുസരണം പ്രവർത്തിക്കുന്ന പ്രകൃതിയുടെ കാർക്കശ്യ നിയമങ്ങൾ ഒരു ജീവസത്തയാലും മാറ്റാൻ സാധ്യമല്ല എന്ന് ശില പ്രഭുപാദ് ഇവിടെ പറയുന്നു. തീർച്ചയായിട്ടും ഭക്തിയുത സേവനത്തിന് അതിന് സാധ്യമാണ്. ഒരു ജീവസത്തയെ സംബന്ധിച്ച് സാധ്യമല്ല, പക്ഷെ ഭക്തിയുത സേവനത്തിന് അത് സാധ്യമാണ്. അത് വളരെ പ്രാധാന്യം. നമ്മളെ സംബന്ധിച്ച്, അതായത് നമ്മളുടെ ഈ ഭൗതിക പ്രകൃതി അല്ലെ ഭൗതിക പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് മുകളിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പോ ഈ ഭൗതിക പ്രപഞ്ചത്തിന് മുകളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒരു ഫ്ലൈറ്റ് എങ്ങനെയാണ് മുകളിലേക്ക് ഉയർന്ന് പറക്കുന്നത്? അതിന് കാറ്റിന് എതിരായിട്ട് അതിന്റെ പ്രഷർ കൊടുത്ത് അതിന്റെ വായുവിനെ പുറന്തള്ളിയിട്ടാണ് അത് ഉയർന്ന് പറക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഭഗവത് ധാമിലേക്ക് നമുക്ക് ഉയർന്നു പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അതീതമായിട്ട് അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ. ശ്രീ പ്രഭുപാദ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വി ഹാവ് ഡിക്ലെയർഡ് എ വാർ എഗൻസ്റ്റ് മായ. വി ഹാവ് ഡിക്ലെയർഡ് എ വാർ എഗൻസ്റ്റ് മായ എന്ന് പറഞ്ഞാൽ മായയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കണം. അപ്പൊ അതിൽ പ്രവർത്തിക്കണമെങ്കിൽ അത്രയും ഫോഴ്സ് വേണം, അത്രയും ശക്തിയോടുകൂടി. അപ്പം അതിന്റെ ശക്തി, ആ ശക്തിയാണ് നമുക്ക്
ഭക്തിയുത സേവനത്തിന് ഉള്ളത്. എന്നാൽ സാധാരണ ഒരു ജീവസത്ത വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. പക്ഷെ ഭക്തിയുത സേവനത്താൽ ചെയ്താൽ ഭഗവാൻ തന്നെ അത് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ആർക്കെങ്കിലും പറയാമോ ഭഗവത്ഗീതയിൽ ഏത് ശ്ലോകത്തിലാണ് പറയുന്നത്? ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകത്തിൽ അത് പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാം. യെസ് മാം. ആ, ആണോന്നറിയില്ല. മയാധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചര. സൂപ്പർ സൂപ്പർ. ആരാണത് പറഞ്ഞത്? ഗൗരപ്രിയ. ഗൗരപ്രിയ മാതാജി. യെസ്, സൂപ്പർ മാതാജി. യെസ്, മയാധ്യക്ഷേണ പ്രകൃതി ഫുൾ പറഞ്ഞാട്ടെ മാതാജി. മയാധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചര ഹേതുദാനേന കൗന്ദേയ ജഗത് വിപരി വർത്തതേ. യെസ്, എന്റെ സൃഷ്ടി അല്ലെങ്കിൽ എന്റെ നിരീക്ഷണത്തിലുള്ള ഈ ഭൗതിക പ്രപഞ്ചത്തിനെ മറികടക്കാൻ കഠിനമാണ്. എന്നാൽ ഭക്തിയുത സേവനം ചെയ്യുന്ന ഒരുവൻ അതിനെ മറികടക്കാൻ വളരെ നിഷ്പ്രയാസമാണ്. അപ്പോ ശ്ലോകം നമ്പർ ഏതാ പറഞ്ഞത്? 7-ാമത്തെ അധ്യായം. യെസ്. അതിന് ഭഗവത്ഗീത ആരുടെയും കയ്യിലുണ്ടോ? ആ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ വായിക്കാമോ? വളരെ കറക്റ്റ് ആയിട്ട് മയാധ്യക്ഷേണ പ്രകൃതി 9-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകമാണ് പ്രഭുജി. കയ്യിലിരിപ്പുണ്ടോ അതായത്? ഞാൻ എടുത്തു. അല്ലയോ കുന്തി പുത്ര, എന്റെ ശക്തി വിശേഷങ്ങളിൽ ഒന്നായ ഈ ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശമനുസരിച്ച് ചരാചരങ്ങളെ എല്ലാം സൃഷ്ടിക്കുന്നു. ഈ നിയമം അനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. യെസ്, ഓക്കെ. ഇതുപോലെ തന്നെ മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഭൗതിക പ്രപഞ്ചത്തിനെ മറികടക്കാൻ എന്റെ ഭക്തിയുത സേവനം മാത്രമേ സാധ്യമാവുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗൗരപ്രിയ മാതാജി, വേറൊരു ശ്ലോകം ഓർമ്മയുണ്ടോ? മയാധ്യക്ഷേണ പ്രകൃതി അല്ലാതെ എന്താ മതി? 14-ാം അധ്യായത്തിലെയാണ് അല്ല, നോ, there's one more ശ്ലോകം ഓർമ്മയുണ്ടോ? അത് I'll get that ശ്ലോക. ഒരു മിനിറ്റ്. മാതാജി 7 chapter 14 ശ്ലോകം നേരത്തെ 7 chapter 14 ശ്ലോക. ദൈവിഹേഷം ഗുണമയി മമമായ ദുരത്തെയ. യെസ്, അത് ട്രാൻസ്ലേഷൻ വായിക്കാമോ ഫുള്ള്? യെസ് പ്രഭു. യെസ്, വായിച്ചാട്ടെ. മൂന്ന് പ്രകൃതി ഗുണങ്ങൾ അടങ്ങിയ എന്റെ ദിവ്യശക്തിയെ അതിജീവിക്കുക എളുപ്പമല്ല. എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. വെരി ഗുഡ്, സൂപ്പർ. സോ ദൈവിഹേഷ ഗുണമയി മമമായ ദുരത്യയ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഓവർകം. എന്നാൽ എന്നിൽ അർപ്പിച്ച് ചെയ്യുന്ന ഭക്തിയുത സേവനത്തിന് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത് ക്രോസ് ചെയ്യാൻ വളരെ ഈസിയാണ്. സോ ഇറ്റ് ഈസ് വെരി സ്പെസിഫിക്, വെരി ക്ലിയർ ആണ്. ഇതിൽ പറയുന്നത് അങ്ങനെ ഭഗവാന്റെ അധീനതയിലുള്ള ഈ ശക്തിയെ മറികടക്കാൻ പ്രയാസം, പക്ഷെ അതിന് സാധിക്കുന്നത് ഭഗവാനോട് തന്നെ ചെയ്യുന്ന സേവനത്തിന് എളുപ്പമാണ്. സർവശക്തനായ ഭഗവാന്റെ ശാശ്വത അധീനതയിലാണ് ജീവസത്തകൾ. സർവ നിയമ വ്യവസ്ഥകളും ആജ്ഞകളും നിർമ്മിക്കുന്നത് ഭഗവാനാണ്. ഈ നിയമ അനുശാസനങ്ങളെ സാധാരണ ധർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താണ്? സർവ നിയമ വ്യവസ്ഥകളും ആജ്ഞകളും നിർമ്മിക്കുന്നത് ഭഗവാനാണ്. അതാണ് സർവ നിയമങ്ങളും നിർമ്മിക്കുന്നത്. അത് പറയുന്നതാണ് ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതാം. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതാം. എല്ലാ ധർമ്മങ്ങളും എല്ലാ നിയമങ്ങളും സൃഷ്ടിക്കുന്ന ഭഗവാൻ തന്നെയാണ്. ഈ നിയമ അനുശാസനങ്ങളെയാണ് സാധാരണ ധർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്താണ് ധർമ്മം? ആർക്കെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? എന്താണ് ധർമ്മം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാം. ഭഗവാൻ പറയുന്നത് എന്തോ അതാണ് ധർമ്മം. എന്തോ മതി? ഭഗവാൻ പറയുന്നത് എന്തോ അതാണ് ധർമ്മം. ഭഗവാൻ പറയുന്നത് എന്തോ അത് ധർമ്മമാണ്. വെരി ഗുഡ്. ഓക്കെ, വേറെ എന്തെങ്കിലും? നമുക്ക് എങ്ങനെ ധർമ്മത്തിനെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും? എന്റെ ധർമ്മം എന്താണെന്ന് ഞാൻ എങ്ങനെ അറിയാം? എനിക്ക് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ധർമ്മം എന്താ നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അല്ലെങ്കിൽ
ഏതൊരു വസ്തുവിന്റെ ധർമ്മം എന്താണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഒരാളുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയാണ് ധർമ്മം. ഇത് പ്രിസ്ക്രൈബ് ഭഗവത് ഡ്യൂട്ടി. ഓക്കെ, പറഞ്ഞ ബീനവാദി എന്താ പറഞ്ഞ, ഒന്നുകൂടെ പറഞ്ഞാട്ടെ. പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി. ഹരേ കൃഷ്ണ പ്രഭു. അതെ പ്രഭു. പ്രിസ്ക്രൈബ് ഡ്യൂട്ടി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രിസ്ക്രൈബ് ഡ്യൂട്ടി എന്താണെന്ന്? വിധിവിഹിതമായിരിക്കണം ആ കർമ്മങ്ങൾ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരു വസ്തു. യെസ് മായാതീത മാതാജി, അഗൈൻ പ്ലീസ് കം, പറഞ്ഞാട്ടെ. ഹരേ കൃഷ്ണ പ്രഭു, നമ്മൾ ഇങ്ങനെ മാതൃകാപരമായിട്ട് ഈ ഭൗതിക ജീവിതം നയിക്കണം എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ധർമ്മം. മാതൃകാപരമായ ജീവിതം നയിക്കുന്നത്. യെസ് ഓക്കെ. ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, ഏതൊരു വസ്തുവും എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് അതിന്റെ ധർമ്മം. വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദാറ്റ് ക്രിയേഷൻ? ബെസ്റ്റ് എക്സാമ്പിൾ, 2-3 എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അഗ്നി, തീ അല്ലെങ്കിൽ അഗ്നി എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? അത് എന്താണ് അതിന്റെ കർത്തവ്യം എന്താണ്? ചൂട് നൽകുക. ചൂട് നൽകുക, പ്രകാശം പരത്തുക, അല്ലെ? അപ്പൊ പ്രകാശം പരത്തുകയും ചൂടും നൽകുന്ന വസ്തുവിനെ നമുക്ക് അഗ്നി എന്ന് വിളിക്കാം. അപ്പോൾ അഗ്നിയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം പരത്തുകയും ചൂട് പരത്തുകയും. ചൂട് പരത്താത്തതും പ്രകാശം പരത്താത്തതുമായ ഏതെങ്കിലും ഒരു വസ്തുവിനെ നമുക്ക് അഗ്നി എന്ന് പേര് നാമധേയത്തിൽ വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതാണ് അതിന്റെ ധർമ്മം. സിമിലർലി മനുഷ്യനെ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ആ സൃഷ്ടിച്ചിരിക്കുന്ന പർപ്പസ് എന്താണ് എന്ന് ആരായുകയാണ് ഒരു മനുഷ്യന്റെ ധർമ്മം. അത് മനസ്സിലാക്കിയ ഒരുവൻ ആ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കും. അത് സൃഷ്ടിച്ചത് നമ്മളല്ല, അത് സൃഷ്ടിച്ചത് സാക്ഷാൽ ഭഗവാനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ധർമ്മം എന്ന് പറയുന്നത് ഏതൊരു വസ്തുവും എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത് ആ വസ്തുവിന്റെ ധർമ്മമാണ്. ആ ധർമ്മത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവാനാണ് എന്ന് പറയുന്നു. യെസ് മായാതീത മാതാജി. മോറൽ വാല്യൂസിനെ ധർമ്മം എന്ന് പറയില്ലേ പ്രഭുജി? മോറൽ വാല്യൂസ് മാതാജി, ധർമ്മം എന്ന വാക്ക് നമുക്ക് മോറൽ വാല്യൂ, ഒറിജിനൽ ധർമ്മത്തിന്റെ അർത്ഥം നമ്മളിപ്പോ പറഞ്ഞതാണ്. മോറൽ വാല്യൂവിനെ ഇത് ഒരു എന്താണ് പറയാ, ഒരു ജനറൽ ടെർമിനോളജിയിൽ, ഒരു ജനറൽ കോണ്ടെക്സ്റ്റിൽ നമുക്കതിനെ അങ്ങനെ അർത്ഥത്തിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പറയാറുള്ളത്, നേരത്തെ 1-2 ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് കഴിഞ്ഞ നമ്മുടെ ഈശോപനിഷത്ത് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാക്കിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഒറിജിൻ എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒറിജിൻ എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ധർമ്മത്തിനെ നമുക്ക് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ അതിനെ ഉപയോഗിക്കാം. ഓക്കെ, അതൊരു അധാർമികമായ പ്രവൃത്തി. അധാർമികമായ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതൊരു ഇമ്മോറൽ ആക്ടിവിറ്റി എന്ന് നമുക്ക് അതിനെ കണ്ടെക്സ്ച്വലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു കോണ്ടെക്സ്റ്റില് ലൈക്ക് ഇമ്മോറൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു അധാർമികമായ പ്രവൃത്തി എന്ന് പറയാം. എന്നാൽ ഒറിജിനലി ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൃഷ്ടി എന്തിനു വേണ്ടിയാണോ നടത്തിയത്. സൂചി എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? നമുക്ക് തുന്നുക എന്ന ആവശ്യത്തിന് വേണ്ടിയാണ് സൂചി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സൂചി കൊണ്ട് പല്ലിനിടയും കുത്താം. അതാണ് അതിന്റെ യഥാർത്ഥ ധർമ്മം എന്ന് വാക്കിൻ. ആ ഒറിജിനൽ ധർമ്മത്തിന്റെ വാക്ക് നമുക്ക് അതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ലിയർ ആണോ മാതാജി? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, അങ്ങനെ ആ ഒരു കണ്ടെക്സ്ച്വലി നമുക്ക് ധർമ്മം എന്ന വാക്ക് ഉപയോഗിക്കാമെങ്കിലും ദ ഒറിജിനൽ മീനിങ് ഈസ് ദാറ്റ്. അപ്പം ഈ ധർമ്മത്തിനെ സൃഷ്ടിച്ചത്, ഒരു ധർമ്മ സമവാക്യം ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. ഭഗവത് അനുശാസനങ്ങളെ അനുവർത്തിക്കുകയാണ് യഥാർത്ഥ ധർമ്മം. അവയെക്കുറിച്ച് ഭഗവത്ഗീതയിൽ സുവ്യക്തമായി ഉദ്ഘോഷിച്ചിരിക്കുന്നു. ഏവരും ഭഗവാനെ മാത്രം അല്ലെങ്കിൽ ഭഗവത് അനുശാസനങ്ങളെ അനുവർത്തിക്കണം. അത് ഏവരും ഭൗതികമായും ആത്മീയമായും 2 വിധത്തിലും ആനന്ദഭരിതരാക്കും. നാം ഭൗതിക ലോകത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ കർത്തവ്യം ഭഗവത് അനുശാസനകളെ അനുവർത്തിക്കുക എന്നതാണ്. സോ ധർമ്മം എന്താണ് എന്നിവിടെ ശ്രീ ഭഗവാൻ തന്റെ ഭാവാർത്ഥത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. എന്താണ്?
ഇതിനെക്കുറിച്ച് ഭഗവത്ഗീതയിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഒരു ധർമ്മ സമവാക്യം ഉണ്ടാക്കാൻ ആർക്കും കഴിയില്ല. അത് ആർക്കാ സാധിക്കുന്നത്? ഒരു ധർമ്മ സമവാക്യം ഉണ്ടാക്കാൻ ആർക്കാ സാധിക്കുന്നത്? ഭഗവാൻ ആർക്ക് സാധിക്കും? ഭഗവാന് ഭഗവാന് മാത്രമേ സാധിക്കൂ. യെസ്, ഭഗവാന് മാത്രമേ ഒരു ധർമ്മ സമവാക്യം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊന്നും വിചാരിച്ചാൽ അതിന് ഒരു യഥാർത്ഥ പർപ്പസ്, കാരണം നമ്മൾ എപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനുള്ള പ്രയാസം എന്താണ്? അതിനുള്ള പ്രോബ്ലം എന്താണ്? എന്താണ് അതിനുള്ള പ്രോബ്ലം? നമുക്ക് എന്തെങ്കിലും ഒരു ഫൈനൽ കൺക്ലൂഷനിൽ എത്താൻ സാധിക്കുമോ? ഹരേ കൃഷ്ണ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഫൈനൽ കൺക്ലൂഷനിൽ എത്താൻ സാധിക്കുമോ? ഇല്ല പ്രഭു. എന്തുകൊണ്ട് സാധിക്കില്ല? മനുഷ്യന് ധാരാളം പോരായ്മകൾ, 4 പോരായ്മകൾ പ്രധാനമായും. വെരി ഗുഡ്, സൂപ്പർ, കറക്റ്റ് ബീനമാധി, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. യെസ്, നമ്മുടെ 4 പോരായ്മകൾ എന്തൊക്കെയാണ്? 4 പോരായ്മകൾ. തെറ്റ് പറ്റുന്നു, ഇല്യൂഷൻ, ടു ബി ഇല്യൂഷൻഡ്, ഓക്കെ, സെൻസസ് ഇംപെർഫെക്റ്റ് ആണ്, ഇംപെർഫെക്റ്റ് സെൻസസ്, ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി. ഈ 4 പോരായ്മകൾ ഉള്ളിടത്തോളം കാലം ഒരു മനുഷ്യന് ഒരു പെർഫെക്റ്റ് കൺക്ലൂഷനിൽ എത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ 4 പോരായ്മകൾക്കും അതീതനായിട്ടുള്ള ഒരുവന് മാത്രമേ ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് കൺക്ലൂഷനിൽ എത്താൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അല്ലെങ്കിൽ ഭഗവത്ഗീത ഇനി പറയുന്നതാണ്, അതാണ് അവയെക്കുറിച്ച് ഭഗവത്ഗീതയിൽ സുവ്യക്തമായി ഉദ്ഘോഷിക്കുന്നു. അപ്പൊ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് പെർഫെക്റ്റ് നോളജ് ആണോ? പ്രഭു, അത് ഭഗവാൻ പറഞ്ഞതാണല്ലോ പ്രഭു. യെസ്, അതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാൻ പറഞ്ഞതായതുകൊണ്ട് അതൊരു പെർഫെക്റ്റ് നോളജ് ആണ്. അത് ഭഗവത്ഗീതയിൽ തന്നെ അത് പറയുന്നുണ്ട്. അത് ആർക്കെങ്കിലും പറയാം എവിടെയാണെന്ന്? ഓക്കെ, ബീനമാതാജിയും മായാതീത മാതാജിയും അല്ലാതെ വേറെ ആരെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാട്ടെ, എവിടെയാണ് ഭഗവാൻ അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന പെർഫെക്റ്റ് ആണെന്ന് ഭഗവത്ഗീത തന്നെ പറയുന്ന ഒരു വാക്ക് പറയാമോ? ഒരു ശ്ലോകം പറയാമോ? ഹരേ കൃഷ്ണ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ല? നല്ല ശക്തരായിട്ടിരിക്കുകയല്ലേ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇതുവരെ. സർവധർമാൻ പരിത്യജ്യാണോ? അല്ല, നോ നോ നോ. അതിൽ വേണമെങ്കിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഇന്റർപ്രറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ, അങ്ങനെ ഒരു പെർഫെക്റ്റ് കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എന്നിൽ ശരണം പ്രാപിച്ചാൽ എല്ലാം നിനക്ക് മാറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആണ്. ആ ഒരു രീതിയിൽ നമുക്ക് അതിനെ ശ്ലോകത്തിൽ എടുക്കാം. പക്ഷെ വളരെ സ്പെസിഫിക് ആയിട്ട് ഭഗവാൻ ഒരു ശ്ലോകം പറയുന്നുണ്ട്. അതിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും, ഹി ഈസ് ഗിവൺ ഇംപാർട്ടിങ് എ പെർഫെക്റ്റ് നോളജ്. ആർക്കെങ്കിലും പറയാമോ? ഓക്കെ, ബീനമാതാജിക്കോ മായാദത്ത മാതാജിക്കോ ഓർമ്മയുണ്ടെങ്കിൽ പറയാം. ഞാൻ അവർ പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാജവിദ്യ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കിങ് ഓഫ് നോളജ്, രാജവിദ്യ എന്ന് പറയുന്ന ചാപ്റ്റർ ഏതാണ്? പൂർണ്ണത എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകം, രാജവിദ്യ രാജഗുഹ്യം എന്ന് പറയുന്ന ശ്ലോകം. അതിലത് ഏത് ശ്ലോകമാണ്? രാജവിദ്യ രാജഗുഹ്യം പവിത്രം, അതാണോ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതിനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. ബട്ട് മോർ പ്രിസൈസ് 18.55 ആണോ പ്രഭുജി? അല്ല മാതാജി. അഭിജാനാതി. ഓക്കെ, എല്ലാ ശ്ലോകത്തിനും നമുക്ക് ആ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാം ഇത് പെർഫെക്റ്റ് ആണെന്നുള്ളത്. ചില ഭഗവത്ഗീത എല്ലാ ശ്ലോകങ്ങളും പെർഫെക്റ്റ്, എല്ലാം പെർഫെക്റ്റ് നോളജ് തന്നെ. പക്ഷെ ഭഗവാൻ സ്പെസിഫിക് ആയിട്ട് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ പ്രഭുജി, മന്മനായൻ മൻഭക്ത അതല്ലേ? ഓക്കെ, ഐ വിൽ ഗിവ് യു എ ക്ലൂ. 4th chapter. 4th chapter, 3rd shloka. സയേവായം മയാ ദേത്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. യെസ്, എന്താണ് ഇതിൽ പറയുന്നത്? ട്രാൻസ്ലേഷൻ വായിച്ച കയ്യിലുണ്ടെങ്കിൽ. നീ എന്റെ ഭക്തനും മിത്രവുമായതുകൊണ്ടാണ് പരമപുരുഷനുമായി ബന്ധപ്പെടുത്തുന്ന ഈ അല്ല, ട്രാൻസ്ലേഷൻ ഫുൾ വായിച്ചത് ആദ്യം മുതൽ വായിച്ചു. വിവരിച്ചത് ട്രാൻസ്ലേഷൻ മുഴുവൻ വായിച്ചിട്ട് മതി. അതീന്ദ്രിയമായ ഗുപ്ത. മാതിയുടെ വോയിസ് ബ്രേക്ക് ആവുന്നു. സയേവായം മയാ തേത്യ യോഗ പ്രോക്ത പുരാതനഃ. So perfection means there should not be any change.
ഓർ ഒരു ചേഞ്ചും വരുത്തേണ്ട ആവശ്യമില്ലാത്തതാണ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ഇതിന് തൊട്ട് മുമ്പിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എന്താണ്? ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹമവ്യയം വിവശ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാഗവേ ബ്രവീത് ഏവം പരമ്പരാ പ്രാപ്തം ഇമം രോജർഷയോ വിദുഗു സകാലേ നേഹമഹത യോഗോ നഷ്ട പരന്തപഃ സയേവായം മയാത്യേത്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖാചേതി രഹസ്യം ഹേതദുത്തമം. ഇന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്ന ഇതേ ജ്ഞാനം കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് സൂര്യദേവനായ വിവസ്വാന് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് എന്ന് ഭഗവാൻ പറയുന്നു. സൂര്യദേവനായ വിവസ്വാന് ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഈ ജ്ഞാനം. അതേ ജ്ഞാനം ഞാൻ ഇന്ന് നിനക്ക് അതേപടി പറഞ്ഞു തരുന്നു, വിത്തൗട്ട് എനി ചേഞ്ച്. ഒരു വ്യത്യാസം, വള്ളി പുള്ളി വിസർഗം വിടാതെ അതേ ജ്ഞാനം അതുപോലെ തന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നു എന്ന് ഭഗവാൻ 5100 വർഷങ്ങൾക്ക് മുൻപ് ഭഗവത്ഗീത അർജുനനോട് പറഞ്ഞപ്പോൾ പറയുന്നു. 5100 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ ഇരുന്നിട്ട് അതേ ഭഗവത്ഗീതയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു വിത്തൗട്ട് എനി ചേഞ്ച്. ദാറ്റ് ഈസ് കോൾഡ് എ പെർഫെക്റ്റ് നോളജ്. ഒരു വ്യത്യാസവും വരുത്താത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയിൽ നിന്ന് വന്ന ആ ജ്ഞാനത്തിന് കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപും അതിന്റെ വാല്യൂ അതേപോലെ ഉണ്ടായിരുന്നു. 5000 വർഷങ്ങൾക്ക് മുൻപ് അർജുനനും അതേ ജ്ഞാനം, അതേ പെർഫെക്റ്റ് നോളജ് ഉപയോഗിച്ചു. Today we are also discussing the same in the same way. Clear ആണോ എല്ലാവർക്കും? Why Bhagavad Gita is perfect? മനസ്സിലായവരെന്ന് കൈ ഉയർത്തിയാട്ടെ. ഹരേ കൃഷ്ണ. യെസ്, ഇത്രയും പേർക്ക് മനസ്സിലായി, ബാക്കിയുള്ളവർക്ക് മനസ്സിലായില്ലേ? ഹരേ കൃഷ്ണ. കൈ മനസ്സിലായവരെല്ലാം കൈ ഉയർത്തണം. 4-5 പേരെ കൈ കാണുന്നു എനിക്ക്. ഹരേ കൃഷ്ണ. ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങുവാണോ ദൈവമേ? ഹരേ കൃഷ്ണ. നോ പ്രോബ്ലം. സോ ദിസ് ഈസ് കോൾഡ് പെർഫെക്റ്റ് നോളജ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ വി ക്യാൻ നെവർ കം ടു എനി കൺക്ലൂഷൻ ദാറ്റ്. നമുക്ക് ഒരു കൺക്ലൂഷനിലും എത്താൻ സാധിക്കത്തില്ല, ബിക്കോസ് വി ആർ imperfect people. But the Lord is supremely perfect. So whatever comes out from him is also perfectly complete. Hare Krishna. So അതാണ് ഭഗവത്ഗീത സുവ്യക്തമായി ഉദ്ഘോഷിച്ചത്. ഏവരും ഭഗവാനെ മാത്രം അല്ലെങ്കിൽ ഭഗവത് അനുശാസനങ്ങളെ അനുവർത്തിക്കണം. ഭഗവാനെ you have to follow the Lord. അത് ഏവരെയും ഭൗതികമായും ആത്മീയമായും രണ്ട് വിധത്തിലും ആനന്ദഭരിതരാക്കും. So both the ways. ഒരു വ്യക്തി ഭഗവാനെ അനുശാസിച്ചാൽ, ഭഗവാനെ ഫോളോ ചെയ്താൽ, ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മൾക്ക് രണ്ട് രീതിയിലും നമുക്ക് ആനന്ദഭരിതരാകാൻ സാധിക്കുമെന്ന് പറയുന്നു. നാം ഭൗതിക ലോകത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ കർത്തവ്യം ഭഗവത് അനുശാസനങ്ങളെ അനുവർത്തിക്കുക എന്നതാണ്. വൺ ഡ്യൂട്ടി. എന്താണ് ആ ഒരു കർത്തവ്യം നമുക്കുള്ളത്? അതെവിടെയാ പറയുന്നത്? വേറെ എവിടെയും പറയുന്ന ആർക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ എപ്പോഴും ഒരു റിലേറ്റ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്ത് അത് പറയുന്നുണ്ടോ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലത് ഉറയ്ക്കും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് വേറെ എവിടെയും പറയുന്നുണ്ടോ, ഓർക്കുന്നുണ്ടോ? ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണിത് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ഒരേ ഒരു കർത്തവ്യമേ ഉള്ളൂ, ഭഗവത് സേവനമാണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ഒരു പ്രശസ്തനായ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യ. ശങ്കരാചാര്യ. വെരി ഗുഡ്, സൂപ്പർ. എന്താ പറഞ്ഞിരിക്കുന്നത്? നോ, ശങ്കരാചാര്യ ഏകം ശാസ്ത്രം. സൂപ്പർ. ഗീതാ മഹാത്മ്യത്തിലെ 7ാമത്തെ ശ്ലോകത്തില് ശങ്കരാചാര്യ പറയുന്നു, ഏകം ശാസ്ത്രം ദേവകീ പുത്ര ഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി കർമാപ്യ ഏകം സത്യദേവസ്യ സേവ. ഒരേ ഒരു കർത്തവ്യം മാത്രമേ നമുക്കുള്ളൂ, അത് സർവീസ് ടു ദ ലോർഡ്. അതിനാണ് ചില പ്രവാദി ഇവിടെ പറയുന്നത്, നാം ഭൗതിക ലോകത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ കർത്തവ്യം ഭഗവത് അനുശാസനങ്ങളെ അനുവർത്തിക്കുക എന്നതാണ്. മാത്രവുമല്ല, ഭഗവത് കൃപയാൽ ഭൗതിക ലോകബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രനാക്കപ്പെടുന്നുവെങ്കിൽ തന്നെയും നമ്മുടെ മുക്ത അവസ്ഥയിലും ഭഗവാൻ അതീന്ദ്രിയ പ്രേമ ഭക്തിയുടെ സേവനം സമർപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. മരണത്തിന് ശേഷവും നമ്മൾ ചെയ്യുന്ന ഇത് തന്നെയാണ്. ദാറ്റ് ഇസ് എ ബ്യൂട്ടി ഓഫ് ഭക്തി. ദാറ്റ് ഈസ് എ ബ്യൂട്ടി ഓഫ് ഭക്തി. ഇതാണ് സാധനയും സാധ്യയും രണ്ടും സെയിം ആണ്. സാധനയും സാധ്യയും രണ്ടും സെയിം ആണ്.
സാധന എന്നുകൊണ്ട് എന്താണ്? വാട്ട് ഈസ് അവർ സാധന? വാട്ട് ഈസ് അവർ ഡെയിലി റൂട്ടീൻ ആസ് എ ഡിവോട്ടി? എന്താണ് നമ്മുടെ സാധനയിൽ ഉൾക്കൊള്ളുന്ന എന്തൊക്കെയാണ്? നാമജപം, നാമജപം, ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിക്കുക, ശാസ്ത്രഗ്രന്ഥങ്ങൾ വായിക്കുക. പൂജ, ഭഗവാനെ പൂജ കഴിക്കുക, ഓക്കെ, വെരി ഗുഡ്. ഭഗവാന്റെ എല്ലാ സേവകളും, ഭഗവാന്റെ സേവകൾ ചെയ്യുക, ഭഗവാൻ ഭക്തരെ സേവിക്കുക, അല്ലെ? ഭഗവത് ഭക്തരെ സേവിക്കുക. That's very important. ഭക്തനെ സേവിക്കുക. വെരി ഗുഡ്. ഇതൊക്കെയാണ് നമ്മുടെ സാധന. ഇതൊക്കെയാണ് നമ്മുടെ സാധന. ഇത് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ രാവിലെ 3:30 എഴുന്നേക്കണം, 4 മണി മുതൽ ചാൻഡിങ് സ്റ്റാർട്ട് ചെയ്യും. 4 മണിക്ക് ഗ്രൂപ്പിൽ കയറിയില്ലേ പ്രഭു ചോദിക്കുക എന്താ വരാത്തതെന്ന്. അപ്പൊ എങ്ങനെയെങ്കിലും നമുക്ക് ഗ്രൂപ്പിൽ കയറിയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആഴ്ച ഒരിക്കൽ കാണുമ്പോൾ ചോദിക്കും ചാൻഡിങ് എത്ര ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ എത്ര ജപിച്ചു എന്ന് 4 പേരുടെ മുമ്പിലെങ്കിലും പറയണ്ടേ, അതിനുവേണ്ടി നമുക്ക് ജപിച്ചേ പറ്റുള്ളൂ. പിന്നെ വിഗ്രഹം പൂജിക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഏകാദശിക്ക് അഭിഷേകം ചെയ്യണം, ഏകാദശിക്ക് വ്രതം നോക്കണം, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഗോലോക വൃന്ദാവനത്തിൽ പോയിട്ട് വേണം ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാൻ, അല്ലെ? മോക്ഷം ലഭിച്ചിട്ട് ഗോലോക വൃന്ദാവനത്തിൽ ചെന്നിട്ട് വേണം നമുക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങാൻ. ഈ ഒരു ആഗ്രഹം എത്ര പേർക്കുണ്ട്? എനിക്കൊന്നും ആരാണ് ഈ ഞാൻ? ആരാണ്? രമാദേവിക്ക് അങ്ങനെ ആഗ്രഹം അല്ലേ? അവിടെ ചെന്നിട്ട് വേണം സുഖമായിട്ട് കിടന്നുറങ്ങാൻ, അല്ലേ? പ്രഭു വഴക്ക് പറയാൻ എനിക്ക് പേടിച്ചിരിക്കുവാ ഞാൻ. ധൈര്യമായിട്ട് കൈ പൊക്കിക്കോളൂ, ഞാൻ ആരും വഴക്ക് പറയില്ല. ധൈര്യമായിട്ട് കൈ പൊക്കിക്കോളൂ. ആർക്കൊക്കെ ആഗ്രഹമുണ്ട് അവിടെ ചെന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹമുള്ളവര്? ഒരാൾ മാത്രം, 2-3 പേര് പറഞ്ഞു. ബാക്കിയുള്ള ആർക്കില്ല? രമാദേവി മാതാജി, രാജീവൻ മാതാജി, ജയന്ത ഹരേ മാതാജി. കൃഷ്ണ പ്രഭു, അവിടെ നിന്ന് സുഖമായിട്ട് ഉറങ്ങണമെന്ന് ആഗ്രഹമല്ല, പോണോന്ന് ആഗ്രഹം. അവിടുന്ന് പോണോന്ന് ആഗ്രഹം, ഉറങ്ങണമെന്ന് ആഗ്രഹമില്ല. അവിടെ പോയിട്ട് ആഗ്രഹം താഴ്ത്തി വെച്ചേരെ. അവിടെ ചെന്നാൽ ഇത് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവിടെ ചെന്നാലും 3:30 ഭഗവാന് നേരിട്ട് സേവ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ചെന്നാലും നമ്മൾ ഇതൊക്കെ തന്നെയാ ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്. ഭഗവാൻ സാധനയും സാധ്യയും. സാധ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്നാണ് അർത്ഥം. സോ വാട്ട് എവർ നമ്മൾ എന്തൊക്കെയാണോ ഇവിടെ പ്രവർത്തിക്കുന്നത് അതേ പ്രവൃത്തിയാണ് നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാമേ. ഓക്കെ, എല്ലാവരും കൈ താഴ്ത്തിയിട്ടാട്ടെ. രമാദേവി, 2 രമമാതാജി കൈകൾ താഴ്ത്തിയിട്ടാട്ടെ. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഫോറിൻ കൺട്രീസിൽ യാത്ര ചെയ്ത ആരെങ്കിലും ഉണ്ടോ? കൈ ഉയർത്തുക. കൈ ഉയർത്താട്ടെ, കൈ ഉയർത്തുക. സിസ്റ്റത്തിൽ കൈ ഉയർത്താൻ സാധിക്കും. അവിടെ നിങ്ങൾ കൈ ഉയർത്തി എനിക്ക് കാണത്തില്ല. സിസ്റ്റർ സ്മായാതീത മാതാജി പോയിട്ടുണ്ട്, രമാദേവി മാതാജി പോയിട്ടുണ്ട്. ഓക്കെ, ഞാൻ മറ്റൊന്നുമല്ല, നിങ്ങളെല്ലാം ഗൾഫിൽ പോയെങ്കിലേ ഗോലോകത്തിൽ പോകാവുന്നൊന്നുമില്ല കേട്ടോ. അങ്ങനൊന്നും ഞാൻ പറയില്ല, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസ്. ഓക്കെ, അപ്പം ഒരു സപ്പോസ് എനിക്ക് US പോകണമെന്ന് ആഗ്രഹം എന്ന് വിചാരിക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് അറിയാമോ? എനിക്ക് വിസ പ്രോസസ്സ് ചെയ്യണം. വിസാസ് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ ഫോർമാറ്റ്, അതിന് ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഉണ്ട്. അതെല്ലാം ഫില്ലപ്പ് ചെയ്തുകൊണ്ട് ഞാൻ ഇന്ത്യയിലുള്ള US കോൺസുലേറ്റ് ഓഫീസിൽ പോകും, അല്ലെങ്കിൽ US എംബസി ഓഫീസിൽ ഞാൻ പോകും. ഇന്ത്യയുടെ ഡൽഹിയിൽ, ബോംബെയിൽ, അങ്ങനെ എവിടെയൊക്കെയോ ഉണ്ട്. അപ്പം എവിടെയാണോ അതുള്ളത് വെച്ച് ഞാനത് കണ്ടുപിടിച്ച് ഞാൻ അവിടെ ചെന്നിട്ട് ആ ഓഫീസിൽ ചെല്ലും. ആ ഓഫീസിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ അവിടെ കാണുന്നത് എല്ലാ വസ്തുക്കളും ആ കോമ്പൗണ്ടിനകത്തിൽ കയറി കഴിഞ്ഞാൽ അവിടെയുള്ള നിയമങ്ങൾ പോലും US നിയമങ്ങൾ അവിടെ പാലിക്കുന്നത്. ഇന്ത്യയിലാണ്, ഭാരത ഭൂമിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മണ്ണിലാണ് ആ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ പോലും ഒരു കോമ്പൗണ്ടിനുള്ളിൽ അവിടെ കംപ്ലീറ്റ് US നിയമങ്ങളാണ് നടക്കുന്നത്. അറിയാമല്ലോ ഇതല്ലേ? നിങ്ങൾ കുറച്ചുപേരൊക്കെ വീഡിയോ ഓൺ ചെയ്ത് നിങ്ങൾ കാണും, നിങ്ങൾ തലയാട്ടുന്നൊക്കെ കാണാം. ഇത് ഇമ്പേഴ്സണൽ ജ്ഞാനാംബിക മാതാജി മാത്രം വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തലയാട്ടുകയോ അല്ലെങ്കിൽ ഉറങ്ങുവാണോ എന്തെങ്കിലുമൊക്കെ ഇത് കാണാമല്ലോ. ഹരേ കൃഷ്ണ. ഒരാൾ വീഡിയോ ഓൺ ചെയ്യാൻ ഫാൻ കാണിക്കുന്നത്, നല്ല ഫാനാണ് കേട്ടോ മാതാജി. ഹരേ കൃഷ്ണ. സുഷമ മാതാജി നല്ല ഫാനാണ്. ഹരേ കൃഷ്ണ. സോ അപ്പം US എംബസി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വാട്ട് ഐ ക്യാൻ സീ ഈസ് എവറിത്തിങ്. ഈവൻ അവിടെയുള്ള ടിഷ്യൂ ബോക്സ് പോലും US പ്രൊഡക്റ്റ് ആയിരിക്കും. US പ്രൊഡക്റ്റ് ആയിരിക്കും അവിടെയുള്ള ടിഷ്യൂ ബോക്സ് പോലും. അവിടെയുള്ള വെള്ളം അവർ കുടിക്കുന്നത് പോലും US നിന്ന് വരുന്നതായിരിക്കും, ഇന്ത്യയിലെ അല്ല ഉപയോഗിക്കുന്നത്. അവിടുത്തെ ഹോളിഡേ പോലും US ഹോളിഡേസ് ആണ് അവർക്ക് ഈ ഹോളിഡേ. ഇവിടുത്തെ ഹോളിക്ക് അവിടെ അവധി ഉണ്ടാവില്ല. US അവരുടെ എന്താ പറയുക, നാഷണൽ ഡേക്ക് അല്ലെങ്കിൽ എന്തോ വാട്ട് എവർ ഡേയ്സ് അവർക്ക് ഇവിടെ അവധി ഉണ്ടാവും.
നമ്മൾ ഇവിടുത്തെ ഓണത്തിന് അവർക്ക് അവധി ഉണ്ടാവില്ല, വിഷുവിനോ സംക്രാന്തിക്കോ അവർക്ക് അവധി ഉണ്ടാവില്ല. US-ലെ നിയമവും അവധിയുമാണ് ഇവിടെ അവരുടെ ഓഫീസിൽ പാലിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇന്ത്യൻ എംബസി US-ൽ വർക്ക് ചെയ്യുന്നത്. US-ലെ നിയമമല്ല ആ കോമ്പൗണ്ടിനുള്ളിൽ വർക്ക് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ അവിടെ ചെല്ലുന്നു, അവിടെ ചെന്ന് ഫോർമാറ്റും കൊണ്ട് ചെന്നു, ഫോം എല്ലാം ഫില്ല് ചെയ്ത് ക്ലിയർ ആയിട്ട് കൊണ്ട് ചെന്ന് ഞാൻ കൊണ്ട് കാണിച്ചു. അവിടെ ഒരാൾ അവിടെ ഇരിപ്പുണ്ടാവും. ആ ആൾ അവിടെ ഇരുന്നിട്ട് നോക്കും, എന്തിനാണ് നിനക്ക് US-ൽ പോകേണ്ട ആഗ്രഹം? എനിക്ക് അവിടെ ചെന്നിട്ടൊരു ബോംബ് പൊട്ടിക്കണം. US ചെന്നിട്ട് എനിക്കൊരു ബോംബ് പൊട്ടിക്കണം, കടക്കടാ പുറത്തല്ലേ, ഇറങ്ങി എന്നെ ഓടിച്ചു വിടും അവിടുന്ന്. അപ്പൊ ഞാൻ പറയും എനിക്ക് അവിടെ പോയി കാണാനാണ്, എനിക്ക് US-ൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെല്ലാം കാണാമെന്ന് ആഗ്രഹമുണ്ട്. ഐ ഹേർഡ് എ ലോട്ട് അബൌട്ട് US. അവിടുത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എനിക്കത് അനുഭവിക്കണം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ രീതികളും അവിടുത്തെ ബിൽഡിങ്ങുകളും സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇതെല്ലാം എനിക്ക് കാണണം, ഇതെല്ലാം എനിക്കൊന്ന് കാണണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് ആഗ്രഹിക്കുന്നത്. യെസ്, ഇറ്റ്സ് മേക്ക് സെൻസ്. ഓക്കെ, പർപ്പസ് ഇന്നതാണ് പർപ്പസ്. ഓക്കെ, എഗ്രി, ഡൺ. അവിടെ പോകാൻ നിനക്ക് സാമ്പത്തിക സ്ഥിതി എല്ലാം ഉണ്ടോ, കാശും കാര്യങ്ങളൊക്കെ ഉണ്ടോ? യെസ് സർ, ഐ ഹാവ് ദിസ് മച്ച് മണി ഹിയർ, മൈ എക്സ്പെൻസ് വിൽ ബി മെറ്റ് ദേർ, ഐ ഹാവ് മൈ ഫ്രണ്ട് ദേർ, അദ്ദേഹം എന്റെ അക്കോമഡേഷൻ എല്ലാം കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്യും. ഐ ഗോട്ട് എ റെക്കമെൻഡേഷൻ ലെറ്റർ ഫ്രം ദം. അവിടുന്ന് ഒരു എന്റെ ഒരു US സിറ്റിസണായ എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ തന്നിട്ടുണ്ട്. അപ്പം ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട് അവിടെ ചെല്ലാനായിട്ട്. ഞാൻ അങ്ങനെ പോകുന്നത്. സോ 2-3 ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ദേ വിൽ ഇഷ്യൂ വിസ ടു മീ ആൻഡ് ദെൻ ഐ ക്യാൻ ഗോ. ക്ലിയർ അല്ലേ? ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ? സോ ഇതേപോലെ തന്നെയാണ് സെയിം വേ നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോയാൽ, ഒരു ടെമ്പിളിൽ, മേ ബി ഇറ്റ് ഈസ് ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ്, ഈ ഭൗതിക ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. ഇമാജിൻ വി ആർ ഗോയിങ് ടു ആൻ ഇസ്കോൺ സെന്റർ. ഹരേ കൃഷ്ണ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ കോമ്പൗണ്ടിനുള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ നിയമം എന്ന് പറയുന്നത് ഗോലോകധാമിലെ നിയമങ്ങൾ അവിടെ നടക്കുന്നു. ഗോലോകധാമിൽ എന്താണോ എങ്ങനെയാണോ നടക്കുന്നത് അതേ ആക്ടിവിറ്റീസ് ആണ് ആ ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്നത്. കാരണം ക്ഷേത്രത്തിന് ഇസ്കോൺ സെന്ററിനുള്ളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ദ മെയിൻ പേഴ്സൺ ദേർ ഈസ് കൃഷ്ണ. ഗോലോക വൃന്ദാവനത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ദ മെയിൻ പേഴ്സൺ ഈസ് കൃഷ്ണ ദേർ. ഈ ഇസ്കോൺ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ 5 നേരം ആരതി, ഭോഗ ഓഫറിംഗ് കംപ്ലീറ്റ്ലി ഭഗവാന് വേണ്ടി. കിച്ചൺ, ഭഗവാന്റെ സ്പെഷ്യൽ കിച്ചൺ, ഭഗവാന് വേണ്ടിയിട്ടുള്ളത് മാത്രം. അവിടെ ഇരുന്ന് നമ്മൾ കഴിക്കാൻ പറ്റില്ല, എച്ചിൽ വായ കൊണ്ട് കഴിക്കാൻ പാടില്ല, കിടന്നുറങ്ങിയ തുണി കൊണ്ട് അവിടെ ചെല്ലാൻ പാടില്ല. കുളിച്ച് നല്ല ക്ലിയർ ശുദ്ധമായ തത്വത്തിൽ കൂടി നമുക്ക് അവിടെ ചെല്ലാൻ സാധിക്കുകയുള്ളൂ. വൈകുണ്ഠത്തിൽ ഗോലോകത്തിൽ ചെന്നാലും സെയിം വേ, because all entire priority is given to the Lord. ഇസ്കോൺ സെന്ററിൽ ചെല്ലുമ്പോ നമ്മളോട് ഒരാൾ ചോദിക്കും, നിനക്ക് ഗോലോക വൃന്ദാവനത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്, എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ എന്തിനാ നീ പോകുന്നത്? അവിടെയും ചെന്നിട്ട് കുറച്ച് പൊളിറ്റിക്സ് കളിക്കണം, അവിടെയും ചെന്നിട്ട് കുറച്ച് പൊളിറ്റിക്സ് കളിക്കണം. അത് US പോയി ബോംബ് പൊട്ടിക്കണം എന്ന് പറഞ്ഞ പോലെ അവിടെയും ചെന്ന് പൊളിറ്റിക്സ് കളിക്കണം. ഇരി, അവിടെ നിനക്ക് അങ്ങോട്ട് പോകാൻ യോഗ്യതയായിട്ടില്ല. ഇതുപോലെ ഹരേ കൃഷ്ണ, എല്ലാവരും ഒന്ന് മ്യൂട്ടിൽ ഇരുന്നിട്ട് ദയവ് ചെയ്ത് എല്ലാവരും മ്യൂട്ടിലിരിക്കുക. ഓക്കെ, ആവശ്യമുള്ളപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക, സംസാരിച്ച ശേഷം ഇമ്മീഡിയറ്റ്ലി മ്യൂട്ട് ആക്കുക. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചെറിയ ഗ്ലാസിന്റെ ശബ്ദം പോലും നമുക്ക് ഇവിടെ കേൾക്കാൻ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്. സുഷമ യെസ്, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ, വളരെ സന്തോഷം. അപ്പോ നമ്മളൊരു ഇസ്കോൺ സെന്റർ ഹരേ കൃഷ്ണ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഗുരുനാഥൻ അവിടെ ഇരിപ്പുണ്ടാവും. ഗുരുവാണ് അവിടുത്തെ അംബാസിഡർ. അദ്ദേഹം ഹീസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോലോക വൃന്ദാവനം. ഗോലോക വൃന്ദാവനത്തിലെ റെപ്രസെന്റേറ്റീവ് ആണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. സെയിം വേ US-ലെ US എംബസിയിൽ ഇരിക്കുന്ന അംബാസിഡർ എന്ന് പറഞ്ഞാൽ ഈസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് US എംബസി, US ഗവൺമെന്റ്. അദ്ദേഹമാണ് പെർമിഷൻ നമുക്ക് തരേണ്ടത്. അതുപോലെ തന്നെ അങ്ങനെയാണോ ഈ പറയണത്? ഹരേ കൃഷ്ണ. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാൻ, ഇവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ ഗോലോക വൃന്ദാവനത്തിൽ പോകാൻ പറ്റത്തില്ല. ഹരേ കൃഷ്ണ, ആരെ ശബ്ദം ഉണ്ടാക്കുന്നേ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ദയവ് ചെയ്ത് എന്താ പറയാ, ഹോസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക. കാരണം എനിക്കിത് നോക്കാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ഒരു പക്ഷെ പറ്റും, കാരണം കമ്പ്യൂട്ടർ ആണെങ്കിൽ പറ്റും, പക്ഷേ മൊബൈൽ ആകുമ്പോൾ പ്രയാസമാണ്. എനിവേ, നമ്മുടെ
ഇവിടെ ഇരിക്കുന്ന ഗുരുനാഥൻ എന്ന് പറയുന്നത് ഗോലോക വൃന്ദാവനത്തിലെ റെപ്രസെന്റേറ്റീവ് ആണ്. അദ്ദേഹമാണ് നമുക്ക് സാങ്ഷൻ തരേണ്ടത്, whether you are eligible to go to Goloka or not, or Vaikuntha or not. ഇവിടെ നമ്മൾ പൊളിറ്റിക്സ് കളിച്ച്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ വേണ്ട രീതിയിൽ ഭക്തിയുത സേവനം ചെയ്യാതെ കറങ്ങി നടക്കുന്ന, അങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഗുരു വിൽ നോട്ട് റെക്കമെൻഡ് യു. എങ്ങനെയാണോ ഒരു അംബാസിഡർ, US അംബാസിഡർ നമുക്ക് US പോകാനായിട്ട് വിസ ഇഷ്യൂ ചെയ്യുന്നതിന് റെക്കമെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവർ ഗുരു ഹാസ് ടു റെക്കമെൻഡ് അസ്. ഓ ലോർഡ്, ഹി ഈസ് ഓക്കെ. ഇദ്ദേഹം പൊളിറ്റിക്സ് ഒന്നും കളിക്കുന്ന ആളല്ല. അങ്ങനെ പറയുമ്പോൾ ദ ലോർഡ് വിൽ അക്സെപ്റ്റ് അസ് ദെയർ. സോ നമ്മൾ ഇവിടെ കാണുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ഭൗതിക പ്രപഞ്ചത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും എവറിത്തിങ് ഹാപ്പൻസ് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ ഗോലോക വൃന്ദാവനം. അതിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും അതുപോലത്തേതായിരിക്കും. അതേപോലെ തന്നെ എങ്ങനെയാണോ ഒരു രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് ഓഫീസ് മറ്റൊരു രാജ്യത്തിൽ പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ ഗോലോകത്തിന്റെ റെപ്രസെന്റേറ്റീവ് ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു ക്ഷേത്രമായിട്ടാണ്. അവിടെ വസിക്കുന്ന വ്യക്തികൾ ഗോലോകവാസികളാണ്. സോ വി ഹാവ് ടു ട്രീറ്റ് ദം ഇൻ അക്കോർഡിംഗ്ലി. അവരെ അതേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പറഞ്ഞു വന്നത് അൾട്ടിമേറ്റ്ലി ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത്, സാധന ആൻഡ് സാധ്യ എന്ന് പറയുന്നത് ബോത്ത് ആർ സെയിം. നമ്മൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്തോ അത് തന്നെ പ്രവർത്തിക്കാനാണ് നമ്മൾ അവിടെ ചെന്നിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ ചെന്ന് ഉറങ്ങാനല്ല, അവിടെ ചെന്ന് ഉറങ്ങുകയല്ല ലക്ഷ്യം. അങ്ങനെയാണ് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ, അങ്ങോട്ട് പോവുകയേ വേണ്ട. there is no sleeping there. ശില പ്രഭുപാദിനോട് ഒരു വ്യക്തി ചോദിച്ചു, ശില പ്രഭുപാദ്, why should I chant 16 rounds? അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ നാമം ജപിക്കുന്നത്? ആർക്ക് പറയാം എന്തിനു വേണ്ടി? ശില പ്രഭുപാദിന്റെ ആൻസർ എന്തായിരിക്കും? Can anyone? എന്തായിരിക്കാം ശില പ്രഭുപാദിന്റെ ആൻസർ? Why do we chant Hare Krishna Mahamantra? മായാതീത മാതാജിക്ക് ലാസ്റ്റ് ചാൻസ് തരാം. മാതാജി അവിടെ നിൽക്കും, ബാക്കിയുള്ളവർ പറയട്ടെ. ഹരേ കൃഷ്ണ. I'm very happy, Mataji. Mayadita Mataji is always in front. I'm very happy. Mataji always in front. അപ്പോൾ Mataji answer അറിയാം. Yes. രമ മാതാജിക്ക് അറിയാമോ? Connecting with God. Connecting with God makes sense. Good. Okay. Anybody else? For purification process. Purification process. Very good. Yes. Somebody else? ഹരേ കൃഷ്ണ. ചില പ്രഭുപാദിന്റെ ആൻസർ കിട്ടുന്നവരെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുമേ. യെസ് പ്രഭു, സോറി പ്രഭു പറയാൻ തുടങ്ങും. ഞാൻ പറഞ്ഞിട്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡിലും നമ്മുടെ ഭഗവാന്റെ തോട്ട്സ് വരാനായിട്ട്, സബ് കോൺഷ്യസ്നസ് മൈൻഡിലും ഭഗവാന്റെ തോട്ട്സ് വരാനായിട്ട്. വെരി ഗുഡ്, വാലിഡ് പോയിന്റ്. യെസ്, ബട്ട് ദാറ്റ് വാസ് നോട്ട് ശില പ്രഭുപാസ് ആൻസർ. യെസ്, എനിബഡി എൽസ്? ഹരേ കൃഷ്ണ. മനസ്സിലെ മാലിന്യങ്ങൾ അകലാൻ. വെരി ഗുഡ്, കറക്റ്റ്. മരണവേളയിൽ ഭഗവാന്റെ നാമം കേൾക്കാം. വെരി ഗുഡ്, വാലിഡ് പോയിന്റ്. യെസ്, സ്റ്റിൽ നമ്മളുടെ പാപങ്ങളെല്ലാം നമ്മളുടെ പാപങ്ങളെല്ലാം കുറഞ്ഞു വരാനും. നമ്മുടെ പാപങ്ങളെല്ലാം കുറഞ്ഞു വരാനും. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എനിബഡി? ഈ കലിയുഗത്തില് നാമജപമാണ് പ്രധാനം. വെരി ഗുഡ്. മനുഷ്യനായി ജീവിക്കാൻ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇനി മായാതീത മാതാജി ലാസ്റ്റ് പറഞ്ഞാട്ടെ. ജപിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭുജി. മായാതീത മാതാജി ആൻസർ പറയുന്നത് to chant more. ശില പ്രഭുപാദിന്റെ ആൻസർ വാസ് to chant more. നമ്മൾ ജപിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? to chant more. വെരി ഗുഡ്, താങ്ക് യു മായാതീത മാതാജി. സോ നമ്മൾ ഇനിയും ജപിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഭക്തിയുത സേവനം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇനിയും ഭക്തിയുത സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ല, ഒന്നുകൂടെ ക്ലിയർ ആക്കാമോ? നമ്മള് ശില പ്രഭുപാദിനോട് ചോദ്യം ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് നമ്മൾ നാമം ജപിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ശില പ്രഭുപാദ് പറഞ്ഞു ടു ചാന്റ് മോർ, ഇനിയും ജപിക്കുന്നതിന് വേണ്ടി. അപ്പൊ ജപം ചെയ്യുന്നത് വീണ്ടും നാമം ജപിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്തിയുത സേവനം ചെയ്യുന്നത് വീണ്ടും ഭക്തിയുത സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭക്തന്മാരെ സേവിക്കുന്നത് വീണ്ടും ഭക്തന്മാരെ സേവിക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് വി വാണ്ട് മോർ ആൻഡ് മോർ ആൻഡ് മോർ സർവീസ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ ദാറ്റ്സ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് നാമജപ. ഇറ്റ്സ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് നാമജപ. ബൈ പ്രൊഡക്റ്റ് ഓഫ് നാമജപ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യൂരിഫിക്കേഷൻ, ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ, നമുക്ക് മോക്ഷം കിട്ടുക, ദാറ്റ്സ് ഓൾസോ ബൈ പ്രൊഡക്റ്റ്. ഇതെല്ലാം നാമജപത്തിന്റെ ബൈ പ്രൊഡക്റ്റ്. അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ ആണ്, നമ്മൾ ഈ തേങ്ങ ആട്ടുമല്ലോ അല്ലേ, തേങ്ങ ആട്ടത്തില്ലേ, തേങ്ങ പൊട്ടിച്ച് ഉണക്കി
കൊപ്രയാക്കി കൊണ്ടുപോയി ആട്ടും. ആട്ടിയിട്ട് എത്ര പേര് പിണ്ണാക്കിന് വേണ്ടിയിട്ട് തേങ്ങയാട്ടാൻ പോകുന്ന ആൾക്കാരുണ്ട്? ആരും കാണില്ല. പിണ്ണാക്ക് പിണ്ണാക്ക് മേടിക്കും, പക്ഷെ പിണ്ണാക്കിന് വേണ്ടിയല്ല, വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി. വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയാ തേങ്ങയാട്ടുന്നത്. തേങ്ങയാട്ടുന്നത് വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി. വെളിച്ചെണ്ണ കിട്ടും, അതിന്റെ കൂടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് പിണ്ണാക്ക് കിട്ടും. എന്ന് പറഞ്ഞ പോലെ ഈ മോക്ഷവും പ്യൂരിഫിക്കേഷനും ഇതെല്ലാം ബൈ പ്രൊഡക്റ്റ് ആണ് ജപത്തിന്റെ. ഒറിജിനൽ പർപ്പസ് ഓഫ് ചാൻഡിങ് മഹാമന്ത്ര ഈസ് ഓഫ് കോഴ്സ് അറ്റൈനിങ് കൃഷ്ണ പ്രേമ. പക്ഷെ കൃഷ്ണ പ്രേമം കിട്ടുമ്പോൾ വാട്ട് വി ആർ ട്രൈങ് ടു ഡു, വി വാണ്ട് ടു ചാൻഡ് ദ ലോർഡ്സ് നെയിം മോർ ആൻഡ് മോർ ആൻഡ് മോർ. ശില പ്രഭുപാദിനോട് മറ്റൊരാൾ ചോദിച്ചു, ശില പ്രഭുപാദ്, ഞാൻ ജപിക്കുന്നത് നല്ല രീതിയിലാണോ, കറക്റ്റായിട്ടാണോ ഞാൻ ജപിക്കുന്നത് എന്ന് എങ്ങനെ എനിക്ക് മെഷർ ചെയ്യാം എന്ന് ചോദിച്ചു. ഞാൻ നാമം ജപിക്കുന്നത് കറക്റ്റായിട്ടാണോ? കാരണം നമുക്കറിയില്ല. വി ഡു ലോട്ട് ഓഫ് ഒഫൻസ്, നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നു, അശ്രദ്ധയോടുകൂടി നാമം ജപിക്കുന്നു, അപരാധങ്ങൾ ചെയ്യുന്നു. സോ എൻ്റെ നാമജപം കറക്റ്റായിട്ടാണോ ഞാൻ ചെയ്യുന്നത് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നിപ്പോൾ ചോദിച്ചപ്പോൾ ശില പ്രഭുപാദ് ആൻസർ പറഞ്ഞു, യു വിൽ ഫീൽ, നിനക്ക് തോന്നുകയാണ്, വൈ ഓൺലി 16 റൗണ്ട്സ്, വൈ നോട്ട് 16,000 റൗണ്ട്സ് എന്ന തോന്നൽ നിനക്കുണ്ടായാൽ നീ ചെയ്യുന്നത് കറക്റ്റ് ജപമാണെന്നാണ്. നമുക്കൊക്കെ ഇപ്പൊ നാമം ജപിക്കുമ്പോൾ 16 മാല ജപിച്ചു കഴിയുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്, അല്ലേ? ഉണ്ടോ ഇല്ലയോ? എത്ര പേർക്ക് സന്തോഷം തോന്നുന്നു? 16 മാല ജപിക്കുമ്പോൾ സന്തോഷം തോന്നുന്ന എത്ര പേരുണ്ട്? ഇനിയും ജപിക്കണമെന്ന് തോന്നാറുണ്ട്. ഓ, വെരി ഗുഡ്, സൂപ്പർ. നമുക്കൊക്കെ ജപം കഴിയുന്നതിന്റെ സന്തോഷമാണ്. 16 മാല കഴിഞ്ഞല്ലോ, ഈ രാത്രിയിൽ ഒരു 8 മണി 9 മണി ആകുമ്പോൾ ദൈവമേ ഇനി 4 മാല കൂടെ ഉണ്ട്, ദൈവമേ ഇതുപോലെ ഭാരം വേറെ ഒന്നും ഉണ്ടാവില്ല, ഇനി എപ്പോ അതൊന്ന് തീർത്തിട്ടാന്ന് കിടക്കാൻ പറ്റുന്നത്. അതൊരു ഒരു ഒരു ബേർഡനാ പല സമയങ്ങളിലും. സോ 16 മാല ജപിച്ചു കഴിയുമ്പോൾ വി ഫീൽ ദാറ്റ് യെസ്, ഐ ആം ഡൺ ഫോർ ടുഡേ, ഐ ആം ഡൺ ഫോർ ടുഡേ. സോ വി ഗെറ്റ് സാറ്റിസ്ഫൈഡ്, നമ്മൾ വളരെ സന്തുഷ്ടവാനാകും. എന്നാൽ ചില പ്രഭുപാദ് പറഞ്ഞ വൈ നോട്ട് 16,000 റൗണ്ട്സ് എന്ന തോന്നല്, അതാണ് നമ്മളുടെ ലക്ഷ്യം, നോട്ട് 16 റൗണ്ട്സ്. ചില പ്രഭുപാദ് പറഞ്ഞ ഒരു മിനിമം 16 റൗണ്ട്സ് ആണ് പറഞ്ഞത്. ഇപ്പൊ നമ്മളൊക്കെ 16 പിടിച്ചിരിക്കുക. 16 മാല മിനിമം 16 മാല ജപിക്കണമെന്നാണ് ചില പ്രഭുപാദ് പറഞ്ഞത്. പക്ഷെ നമുക്ക് 16 മാല ബസ് ഡൺ, ഐ എം ഡൺ വിത്ത് ദാറ്റ്. അപ്പോ എന്തുകൊണ്ട് 16,000 മാല ആയിക്കൂടാ എന്ന തോന്നൽ. You feel more and more, chant more and more. അതാണ് ഒറിജിനൽ ലക്ഷ്യം. അപ്പൊ ഡിവോഷണൽ സർവീസ് ചെയ്യുന്നതും the purpose is to do service more. ഭഗവാന് കൂടുതൽ സേവനം ചെയ്യാൻ, ഭഗവാനെ കൂടുതൽ, ഭക്തന്മാരെ കൂടുതൽ സേവിക്കാൻ, ഏതൊക്കെ അവസരം കിട്ടുന്നോ ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ, ടു ഗ്ലോറിഫൈ ദ ലോർഡ്, അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കാൻ. That is the original purpose of devotional service. That means there is no difference between sadhana and sadhya. What you're doing now, you want to do it tomorrow. You want to do it day after tomorrow. You want to do it entire life. You want to do it even after life. Life after life. So adana original purpose of devotional service. ഭഗവത് കൃപയാൽ ഭൗതിക ലോക ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രനാക്കപ്പെടുന്നുവെങ്കിൽ തന്നെയും നമ്മുടെ മുക്ത അവസ്ഥയിലും ഭഗവാൻ അതീന്ദ്രിയ പ്രേമയുത സേവനം സമർപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. That is the purpose. മോക്ഷ അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മൾ ചെന്നിട്ട് ചെയ്യുന്നത് ഈ ഭക്തിയുത സേവനം തന്നെയാണ്. എന്നാൽ ഭൗതിക പ്രേമത്തിൽ നിന്നും സ്വതന്ത്രനാക്കപ്പെടുമ്പോൾ നാം യഥാർത്ഥ ആത്മീയ അവസ്ഥയിൽ നിവിഷ്ടനാക്കപ്പെടുമെന്നും എടുക്കപ്പെടുകയും നമുക്ക് നമ്മെയും ഭഗവാനെയും മുഖാമുഖം ദർശിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിന്റെ ഭൗതിക തത്വത്തെ ഉപേക്ഷിച്ച ശേഷം യഥാർത്ഥ ആത്മീയ പദവിയിൽ പുനഃപ്രതിഷ്ഠിക്കപ്പെടുന്നതിനെ മുക്തി എന്ന് പറയുന്നു. ആകയാൽ ഈ ആത്മീയ സ്വാതന്ത്ര്യത്തിന് നമ്മെ യോഗ്യരാക്കി തീർക്കുക എന്ന സവിശേഷ ഉദ്ദേശ്യമാണ് ഈ മാനവ ജീവിതത്തിനുള്ളത്. ദാറ്റ് ഈസ് ദ ഒറിജിനൽ പർപ്പസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഒരു മനുഷ്യ ജന്മത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ആ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളത്. ദാറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ ദിസ് ഹ്യൂമൻ ലൈഫ്. മനുഷ്യ ജന്മത്തിന് മാത്രം സാധ്യമായ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം. ഹരേ കൃഷ്ണ. നിർഭാഗ്യവശാൽ ഭൗതിക മായാശക്തിക്ക് അധീനരായി അല്പവർഷങ്ങൾ മാത്രമുള്ള ഈ കളങ്കഭരിതമായ ജീവിതത്തെ നമ്മുടെ നിത്യ അസ്തിത്വമായി നാം സ്വീകരിച്ചിരിക്കുന്നു. മാത്രവുമല്ല
അപ്രകാരം മായയാൽ സൃഷ്ടിക്കപ്പെട്ട മിഥ്യാ പ്രതിരൂപങ്ങളായ രാജ്യം, ഭവനം, ഭൂമി, കുട്ടികൾ, ഭാര്യ, സമൂഹം, ധനം തുടങ്ങിയവയൊക്കെ സ്വന്തമാക്കിക്കൊണ്ട് വ്യാമോഹിതരായിത്തീരുന്നു. ഈ മിഥ്യാഭോഗങ്ങൾക്കായി നാം മായയുടെ ശാസനത്തിന് വിധേയമായി പരസ്പരം മല്ലടിക്കുന്നു. ആത്മീയ ജ്ഞാനം പുഷ്ടിപ്പെടുത്തുന്നതിലൂടെ എല്ലാവിധ ഭൗതിക അനുസാരികളുമായി യഥാർത്ഥത്തിൽ നമുക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് നാം മനസ്സിലാക്കുന്നു. സോ നമ്മളിപ്പോൾ കാണുന്ന ഈ അറ്റാച്ച്മെന്റ് എല്ലാം ഇതെല്ലാം ഒന്നുമല്ല. അതായത് നമ്മൾ അറിയേണ്ട കാര്യം, ഈ ഭൗതിക പ്രപഞ്ചത്തിൽ സത്യമായിട്ടുള്ള ഒരേ ഒരു കാര്യം മരണം മാത്രമാണ്. മരണം മാത്രമാണ് എന്തെങ്കിലും പരമാർത്ഥമായിട്ട് ഈ ഭൗതിക ലോകത്തിലുണ്ടെങ്കിൽ ഒന്ന്. ഈ സത്യത്തെ നമുക്കറിയാമെങ്കിലും നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഒരിക്കലും മരിക്കില്ല എന്ന അവസ്ഥയിലാണ്, എന്നൊരു തോന്നലില്ല. എനിക്ക് മരണം ഉണ്ടാവില്ല എന്ന തോന്നലിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ വസ്തുക്കളോട്, നമ്മുടെ വ്യക്തികളോട്, നമ്മളുടെ പ്രിയപ്പെട്ടവരോടുള്ള ആസക്തിയിൽ. ഗജേന്ദ്ര മോക്ഷത്തില് മനോഹരമായിട്ടൊരു കാര്യം പ്രതിപാദിക്കുന്നു. ഗജേന്ദ്രൻ വെള്ളത്തിലേക്ക് ഇറങ്ങി തൻ്റെ ഗേൾ ഫ്രണ്ട്സുമായിട്ട് കളിച്ച്, കൂട്ടുകാരുമൊക്കെ ആയിട്ട് കളിച്ച് രസിച്ച് നിൽക്കുമ്പോഴാണ് അവിചാരിതമായിട്ട് വന്ന് ആ മുതല വന്ന് പിടിക്കുന്നത്. ആ മുതല വന്ന് പിടിച്ചപ്പോ ഈ യഥാർത്ഥ ഭൗതിക ലോകത്തിലെ ഒരവസ്ഥ അവിടെ ഗജേന്ദ്രന് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്. എന്താണ്? അദ്ദേഹം അവിടെ കഷ്ടത അനുഭവിച്ച് അവിടെ നിന്ന സമയത്ത് സുഖം അനുഭവിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവിടെ നിന്ന് മറഞ്ഞുപോയി. സുഖം അനുഭവിക്കാൻ അദ്ദേഹത്തിന്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു വിഷമഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിനെ ഇട്ടിട്ട് മറ്റെല്ലാവരും പോയി. ഇത് തന്നെയാണ് നമ്മളും അനുഭവിക്കാൻ പോകുന്നത്. നമുക്ക് ഒരു വിഷമ സംഘടന ഉണ്ടാകുന്ന സമയത്ത് നമ്മളോട് വളരെ ആരും ഉണ്ടാവില്ല. ഒരു സപ്പോസ് ഒരു പെയിന് പറയാം, ഒരു വേദന, നമ്മുടെ കൈ ഒന്ന് മുറിഞ്ഞു. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ആരുടെയെങ്കിലും, ഫോർ ഗോഡ് സേക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ആരുടെയെങ്കിലും ഒരു കുട്ടിക്ക്, അച്ഛനും അമ്മയ്ക്കും അമ്മയുടെയും കുട്ടിക്ക് ഒരു വേദന അനുഭവിക്കാതെ ആയിരിക്കും. എന്തോ ഒരു അസുഖമുണ്ടായി. അച്ഛനും അമ്മയ്ക്കും അവരുടെ ആ കുട്ടിയുടെ വേദന ഹൃദയത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ വേദന അനുഭവിക്കുന്നത് ആരാ? ആ കുട്ടി തന്നെയാണ്. ആ വേദനയെ ഷെയർ ചെയ്യാൻ മാതാപിതാക്കൾക്കോ ബന്ധുമിത്രാദികൾക്കോ ഈ ഒന്നിനും സാധിക്കത്തില്ല. ആ വേദന ആ കുട്ടി തന്നെ, അല്ലെങ്കിൽ ആ ആത്മാവ് തന്നെ, ആ ശരീരം തന്നെ അനുഭവിച്ചേ പറ്റൂ. പക്ഷേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നമുക്ക് കാണുന്ന ഈ ആസക്തിയുള്ള, നമ്മൾ ഈ അറ്റാച്ച്മെന്റ്, നമ്മുടേത് എന്റേത് എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും നമ്മളുടെ കൂടെ വരികയോ നമ്മളുടെ വേദന ഷെയർ ചെയ്യുകയോ നമ്മളുടെ കൂടെ അനുഭവിക്കാനോ തയ്യാറാവില്ല. ഈ ശരീരം ഒരു ദിവസം നമ്മൾ വിടേണ്ടതാണ്. ഈ കാണുന്ന വസ്തുക്കളെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം പോകേണ്ടവനാണ് എന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിയ ഒരുവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ജീവിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് വസ്തുത. എ പേഴ്സൺ ഹു റിയലി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ ഹാവ് ടു ലീവ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ഗോ എവേ വൺ ഡേ, he will live in such a way that he doesn't have any attachment towards others. ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഓർ ഐ ഡോണ്ട് നോ വെദർ ഐ കമ്മ്യൂണിക്കേറ്റഡ് ഇറ്റ് കറക്റ്റ്ലി ഓർ നോട്ട്. ഞാൻ പറഞ്ഞ പോയിന്റ് ആർക്ക് മനസ്സിലായി? മനസ്സിലായി അല്ലേ? യെസ്. മേക്ക് സെൻസ് ഓർ നോട്ട് മേക്ക് സെൻസ്? യെസ് പ്രഭു. Yeah, we have to live in that way. A realized soul will do that. A realized soul will do that. Because our ultimate aim is that to go out of this material world. Okay, I think time is up. നമ്മൾ 8:45 ആണ് സമയം പറഞ്ഞത്, 9 മണിയായ സമയം. So thank you so much. ഗ്രന്ഥരാ ശ്രീമദ് ഭാഗവതം की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, अनंत कोटि वैष्णव की जय, निताय गौर सीतानाथ प्रेमानंदे, हरि हरि बोल. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും any questions, സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. Yes. ഈ അകർമ്മ വികർമ്മ സകർമ്മ ഒന്ന് പറയാമോ? കർമ്മ അകർമ്മ വികർമ്മ ആരാണ് ചോദിച്ചത്? ദീപമാതാജി. ഹരേ കൃഷ്ണ. ദീപമാതാജി. യെസ്. ദീപമാതാജി ഫ്രം കുവൈറ്റ് അല്ലേ? ഖത്തർ.
ഖത്തറാണ്. ഓ ശരി, ഖത്തർ. താങ്ക് യു. ഓക്കെ, കർമ്മ അകർമ്മ വികർമ്മ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള 3 ഡിവിഷൻസ് ആണ് ഈ കർമ്മ അകർമ്മ വികർമ്മ. നമ്മള് ഭഗവത്ഗീതയിൽ കൂടെ നമ്മൾ പഠിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അതിൽ പ്രതിപാദിക്കുന്നതാണ് കർമ്മ വികർമ്മ അകർമ്മ. അപ്പൊ ഇതിൽ 3-ൽ ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് ഇതിന്റെ ഫലത്തിനെ ആസ്പദമാക്കി നമ്മളെ മനസ്സിലാക്കുകയാണ് ഗ്രന്ഥം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യക്തി നോർമലി ചെയ്യുന്ന പ്രവൃത്തി, സകാമ കർമ്മം എന്ന് ഉദ്ദേശിക്കാം. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നു. നല്ല കർമ്മം ചെയ്താൽ നല്ലത് അനുഭവിക്കും, ചീത്ത കർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ ചീത്ത അനുഭവിക്കും. സോ ഇറ്റ്സ് ലൈക്ക് എ നോർമൽ വേയിൽ പോകുന്നതിന് അതൊരു കർമ്മം. അതിന് ജനറൽ ടെർമിനോളജി നമ്മൾ കർമ്മം എന്ന് മനസ്സിലാക്കുക. അടുത്ത 2 ഇതിന്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ എന്താണ് കർമ്മം എന്നുകൂടെ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് മനസ്സിലാവും. വികർമ്മം എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഇതാണ്: ശാസ്ത്രത്തിന് വിരുദ്ധമായി ചെയ്യുന്ന ഏത് പ്രവൃത്തിയെയും വികർമ്മം എന്ന് പറയാം. ശാസ്ത്രത്തിന് വിരുദ്ധമായി, വേദഗ്രന്ഥ ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഏതൊരു പ്രവൃത്തിയെയും വികർമ്മം എന്ന് പറഞ്ഞാൽ, ഗ്രോസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പറഞ്ഞാൽ മറ്റ് ജീവികളെ കൊല്ലുക, പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുക, അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഈർഷ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഇറ്റ്സ് എഗെയിൻസ്റ്റ് അവർ ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് നമുക്ക് ഗ്രോസ് വേയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇനി അകർമ്മം എന്തെന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൽ അനുശാസിച്ചുകൊണ്ട്, ശാസ്ത്രത്തെ അനുശാസിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെയാണ് അകർമ്മം എന്ന് പറയുന്നത്. അകർമ്മം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള റിയാക്ഷനും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. there is no good effect nor bad effect. നല്ല റിയാക്ഷനും ചീത്ത റിയാക്ഷനും ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് അകർമ്മം എന്ന് പറയുന്നത്. അകർമ്മം എങ്ങനെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞാൽ ഭഗവത് സമർപ്പിതമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് റിയാക്ഷൻ ഇല്ല. എന്തുകൊണ്ടാണ് റിയാക്ഷൻ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ, ഇനിയാണ് നമ്മൾ പഠിച്ച ആദ്യത്തെ 2 കർമ്മത്തിന്റെയും വികർമ്മത്തിന്റെയും യഥാർത്ഥ അർത്ഥം നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ അകർമ്മത്തിന്റെ അർത്ഥം പഠിക്കുമ്പോഴാണ്. ഒരു മനുഷ്യ ജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത് ധാമിൽ തിരിച്ചു ചെല്ലുക എന്നുള്ളത്. ഭഗവത് ധാമിൽ തിരിച്ചു ചെല്ലണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് ഹാവ് ഐദർ ഗുഡ് റിയാക്ഷൻ നോർ ബാഡ് റിയാക്ഷൻ. നല്ല റിയാക്ഷനും ബാഡ് റിയാക്ഷനും ഉണ്ടാവാൻ പാടില്ല, എങ്കിലേ നമുക്ക് ഭഗവത് ധാമിൽ തിരിച്ചു പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയെയാണ് അകർമ്മം എന്ന് പറയുന്നത്. അത് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അതിനൊരു റിയാക്ഷനും ഉണ്ടാവില്ല. കാരണം നല്ല റിയാക്ഷൻ, നല്ല പ്രവൃത്തികൾ, പുണ്യ പ്രവൃത്തികൾ, ഒരാൾക്ക് ദാനം ചെയ്തു, ഒരാൾ പൈസ ചോദിച്ചു, 10 രൂപ കൊടുത്തു, ഭിക്ഷക്കാരന് വന്ന് ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ 100 രൂപ കൊടുത്തു, 5 രൂപ കൊടുത്തു, 10 രൂപ കൊടുത്തു, 50 രൂപ കൊടുത്തു, ഇത് പുണ്യപ്രവൃത്തിയാണ്. പക്ഷെ ആ പുണ്യപ്രവൃത്തി കൊണ്ട് നമ്മൾ നേടുന്നത് എന്താണ്? പുണ്യമാണ് നേടുന്നത്. ആ പുണ്യം അനുഭവിക്കാനായി നമ്മൾ വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ജനിക്കണം. പക്ഷെ ശാസ്ത്രം നമ്മളെ അനുശാസിക്കുന്നത് അകർമ്മം പ്രവർത്തിച്ചുകൊണ്ട് ഭഗവത് ധാമിൽ പോകുക എന്നതാണ് നമ്മളെ ധർമ്മം അനുശാസിക്കുന്നത്. അപ്പൊ ധർമ്മത്തിന് അനുശാസനപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ അകർമ്മം എന്ന് പറയുമ്പോൾ, വികർമ്മം എന്ന് പറയുന്നത് എന്താണ്? അകർമ്മമല്ലാത്ത എല്ലാ പ്രവൃത്തികളും വികർമ്മമായി മാറും. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ഗുഡ് കർമ്മ, ഒരാൾക്ക് ദാനം ചെയ്യുന്നതാണ് എങ്കിലും അത് വികർമ്മമായിട്ട് മാറുന്നു. കാരണം ഇപ്പൊ ഒരാൾക്ക് ദാനം ചെയ്യാൻ, അത് ഭഗവത് സമർപ്പിതമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് അകർമ്മം ആയിക്കൂടെ? അതിന് ഭഗവത്ഗീത വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടല്ലോ. 3 തരത്തിലുള്ള എന്താ പറയാ ദാനത്തിനെ കുറിച്ചിട്ട്, എന്താ പറയുക, ടൈം, പ്ലേസ് ആൻഡ് സർക്കംസ്റ്റാൻസിനനുസരിച്ച് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെ സ്ഥിതികൾ എന്താണെന്ന് ഭഗവത്ഗീതയിൽ അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. തീർച്ചയായിട്ടും അതേ പറഞ്ഞേ, ഭഗവത് സമർപ്പിതമായിട്ട് ഏത് പറയുന്നത്? ഈ 3 ടൈം, പ്ലേസ് ഇതനുസരിച്ചിട്ട് കർമ്മം ചെയ്യാൻ പറയുന്നത് 18-ാമത്തേതിൽ 17-ലും ഉണ്ട്, 18-ലും പറയുന്നുണ്ട്. 17-ലും 18-ലും പിന്നെ
മൂന്ന് ഗുണങ്ങളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അല്ലെ, മൂന്ന് ഗുണങ്ങളെ കുറിച്ച് പറയുന്ന 17-ാമത്തെ അധ്യായത്തിലും 18-ാമത്തെ അധ്യായത്തിലും രണ്ട് സ്ഥലത്തും മൂന്ന് ലെവലിൽ, ഏത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തിലുള്ള ആഹാരത്തിനെ കുറിച്ച്, ദാനത്തിനെ കുറിച്ച്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളെ കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ന പോലെ ചെയ്ത്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാത്രി 12 മണിക്ക് കുടിച്ചൊരു ലെവലും ഇല്ലാതെ 4 കാലിൽ എഴഞ്ഞു വരുന്ന ഒരു വ്യക്തിക്ക് ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഒരു ബോട്ടിൽ ലിക്കർ എടുത്ത് കൊടുത്തു. ദാനമാണ്. ഞാൻ ചെയ്ത ദാനമാണോ അല്ലയോ? അല്ല, ദോഷം ഉപദ്രവമാണ്. ദോഷമാണ് ചെയ്തത്. ദാനമാണോ അല്ലയോ? മൈ ക്വസ്റ്റ്യൻ ഈസ്, ദാനമാണോ അല്ലയോ? അല്ല, ഒരിക്കലല്ല, അല്ലല്ല. എന്തുകൊണ്ടല്ല? ദാനം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദാനം കൊടുക്കുക എന്നുള്ളത് അർത്ഥം. Yes, കൊടുക്കുക. നല്ലതിന് വേണ്ടി അല്ല, അവിടെ അതിന്റെ കോൺസിക്വൻസ് എന്താണ്? അയാളെ പിന്നെയും വേഴ്സ് ആക്കുന്ന ഒരു ഇതാണല്ലോ, അയാളെ ഉയർത്തിക്കൊണ്ടുവരല്ലോ ചെയ്യുന്നത്. I'm telling, I'm making you to understand the level of ദാനം. പക്ഷെ ഞാൻ ചെയ്ത ദാനം പ്രവൃത്തി തന്നെയാണ് അത്. ദാനമാണ്. ദാനം ഞാൻ ചെയ്ത പ്രവൃത്തി ദാനം തന്നെയാണ്. അത് ദാനം തന്നെയാണ്. കറക്റ്റ്. പക്ഷേ ദാനം ഇൻ തമോ ഗുണം. അതെ, അതെ. That's what I want to make you understand, that അതൊരു ദാനമാണ്, പക്ഷെ ദാനം ഇൻ തമോ ഗുണ. അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ ഫലം അനുസരിച്ചിട്ട് the result will be in that way. സെയിം വേയില് I was in a തീർത്ഥസ്ഥലം. ഞാൻ പ്രയാഗ്രാജിൽ പോയി, മഹാകുംഭമേളയ്ക്ക് ഞാൻ പോയി. ഒരു സന്യാസി എൻ്റെ അടുത്ത് വന്ന് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണേ എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത് ചെന്ന് പുള്ളിയുടെ കൂടെ പോയി ഹോട്ടലിൽ ചെന്ന് ഒരു പാക്കറ്റ് ഭക്ഷണം മേടിച്ചിട്ട് I gave him. That ദാനം ഇൻ സത്വഗുണ. ഞാൻ വൃന്ദാവനത്തിൽ പോയി ഒരു വൈഷ്ണവനെ കണ്ടു. He asked me something. I took some prasadam from Krishna Balaram temple. I gave him prasadam. That is above sattva-guna. അത് ശുദ്ധ സത്വത്തിലുള്ള ദാനമാണ്. All the three were dana, but all the three had a different consequence or result. മനസ്സിലായോ? ക്ലിയർ ആണോ? മനസ്സിലായി. ഇതാണ് ഇത് ഭഗവത്ഗീത വളരെ സ്പെസിഫിക് ആയിട്ട് പ്രഭുജി, അപ്പൊ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഒരാൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു, അതപ്പം സത്കർമ്മത്തിലല്ലേ വരുവാ? അതുകൊണ്ട് സത്വഗുണം പറഞ്ഞത്. സത്വഗുണം ഈസ് കമ്മിങ് സത്കർമ്മ. അല്ല, പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് അകർമ്മ ആയിരിക്കണല്ലേ? അതുകൊണ്ട് നമ്മുടെ വൃന്ദാവനത്തിലെ ഡൊണേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ദാറ്റ് ഇസ് കോൾഡ് അകർമ്മ. ദാറ്റ് ഗോസ് അബവ് ദ സത്വഗുണ. ദാറ്റ് ഇസ് അകർമ്മ. അതിൽ ഏത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മൾ സത്വഗുണത്തിലുള്ള സകർമ്മമായിട്ടും ചെയ്യരുത്, സത്കർമ്മമായിട്ടും. വി ഷുഡ് ബി ഇൻ ശുദ്ധ സത്വ. സത്വഗുണത്തിൽ ചെയ്താൽ പോലും അതിനും റിസൾട്ട് ഉണ്ട്. ഇറ്റ്സ് എ ഗുഡ് റിസൾട്ട്, നല്ല റിസൾട്ട്. പക്ഷെ ആ നല്ല റിസൾട്ട് അനുഭവിക്കാൻ നമ്മൾ ഇവിടെ വീണ്ടും വരേണ്ടി വരും. ഇപ്പൊ മാനവ സേവ, മാധവ സേവ എന്ന് പറയുന്നില്ലേ പ്രഭുജി? മാതാജി 1.5 മണിക്കൂർ ഇരിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഹരേ കൃഷ്ണ. ഇറ്റ്സ് എ ബിഗ് ഒരു എന്താ പറയാ മിസ്ഇന്റർപ്രറ്റഡ് യൂസേജ്. മാനവ സേവ മാധവ സേവയാക്കാം, പ്രൊവൈഡഡ് ദർ ഇസ് സം അതർ കണ്ടീഷൻസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഐശ്വര്യ മാതാജിയുടെയും കഥാമൃത പ്രഭുവിൻ്റെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ, ഇഫ് ദേ ഗിവ് മി എ ചാൻസ്, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർക്ക് ഇനി ഒരു ചാൻസ് തരികയാണെങ്കിൽ then we will discuss on that matter. Okay? ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഒരു സംശയം ചോദിച്ചോട്ടെ പ്രഭു? വളരെ നല്ല ക്ലാസ് പ്രഭു. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പ്രഭുവിന്റെ ക്ലാസ്സിനെ കുറിച്ച്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മള് ചിലപ്പോ ചാരിറ്റി ചെയ്യേണ്ടി വരുമല്ലോ. അതപ്പം രോഗമുള്ളവർക്ക് ചികിത്സിക്കാനൊക്കെ ചില സർക്കംസ്റ്റൻസിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ എങ്ങനെ ഭഗവത് ഇതായിട്ട് അകർമ്മമായിട്ട് ചെയ്യാൻ പറ്റും? മാതാജി, മൈ റെക്കമെൻഡേഷൻ ഈസ്, ആർക്കും ക്യാഷ് ആയിട്ട് ഒരു ചാരിറ്റി കൊടുക്കരുത്. ഡോണ്ട് ഗിവ് എനിബഡി എക്സെപ്റ്റ് ഇസ്കോൺ. ക്യാഷ് ആയിട്ട് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാതാജി എന്നെ കോൺടാക്ട് ചെയ്യും, എനിക്ക് തരിക. I will use it in the proper service of ISKCON. ഹരേ കൃഷ്ണ. ഒരാൾക്കും ചാരിറ്റി ക്യാഷ് ആയിട്ട് കൊടുക്കരുത്. Just keep it in mind. Even if you go to Vrindavan, don't give charity in cash. സേവനമായിട്ട് കൊടുക്കുന്നത്. Take it as a standing instruction.
ക്യാഷ് ആയിട്ട് ആർക്ക് കൊടുത്തോ ആ ക്യാഷ് കൊണ്ട് അവർ എന്ത് ഉപയോഗിക്കുന്നോ അതിന്റെ റിസൾട്ട് യു ഹാവ് ടു സഫർ ഓർ എൻജോയ്. ആർക്ക് വേണമെങ്കിൽ ദാനം കൊടുക്കണമെങ്കിൽ ഗിവ് ഇറ്റ് ആസ് എ കൈൻഡ്. അതായത് മാതാജി ഇപ്പൊ പറഞ്ഞ അനുസരിച്ചിട്ട് വയ്യാതെ കിടക്കുന്ന, അസുഖമായിട്ട് കിടക്കുന്ന ഒരാളാണെങ്കിൽ ഗോ ആൻഡ് വിസിറ്റ് ദം, ഗേവ് എ മെഡിസിൻ, വാട്ട് എവർ മെഡിസിൻ ദേ വാണ്ട്, ടേക്ക് ദ പ്രിസ്ക്രിപ്ഷൻ, ഗോ ആൻഡ് ബൈ ദ മെഡിസിൻ ആൻഡ് ഗിവ് ടു ദം. അതല്ല, they are suffering and in paying the bill, take the bill and pay the bill in the hospital, but don't give the cash. Somebody is asking for food, buy food and give to them. If possible, make sure they eat in front of you. This is the best. പ്രഭു അങ്ങനെ നമ്മൾ വൈഷ്ണവർക്ക് കൊടുക്കാവോ പ്രഭു? ഞാൻ പറഞ്ഞു ഇസ്കോണിന് കൊടുക്കാം. ISKCON definitely you can give, because ISKCON will definitely utilize ഇസ്കോണിനല്ലാതെ വൈഷ്ണവർക്ക് ഡിവോട്ടീസ്. തീർച്ചയായിട്ടും മാതാജി, അത് വൈഷ്ണവ സേവ, തീർച്ചയായിട്ടും അത് that goes an അകർമ്മ. പക്ഷേ again you should understand who is a Vaishnava, what is his activities, what he is using, because if ഇന്നത്തെ കാലത്ത് I'm not saying definitely, I'm not asking about devotees, I'm not talking about devotees, but there are so many people who എന്താ പറയാ, ഒരു വൈഷ്ണവന്റെ വേഷം ധരിച്ചു വരുന്ന ഒരാളാണ് നമുക്ക് അറിയാൻ പറ്റില്ല. ഇഫ് ഇസ് എ നോൺ പേഴ്സൺ, ഡെഫിനറ്റ്ലി നോ പ്രോബ്ലം. ഓക്കെ മാതാജി. താങ്ക് യു പ്രഭു, വെരി വാല്യുബിൾ ഇൻഫർമേഷൻ. താങ്ക് യു വെരി മച്ച്. So thank you so much. Hare Krishna. Thank you Kathamrita Prabhu and Mataji for giving me a service in this way. Thank you so much. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ ഹൃദയംഗമായ നന്ദി. Thank you so much. വളരെ വളരെ നന്നായിരുന്നു. ഗംഭീര ക്ലാസ്സിന് നന്ദി പ്രഭു, വളരെ ഗംഭീര ക്ലാസ്സിന് നന്ദി പ്രഭു, വളരെ നല്ല ഇൻട്രൊഡക്ഷൻ. ഹരേ കൃഷ്ണ. കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ Thank you so much. Thank you Prabhuji. Hare Krishna. Pranam. Pranam Prabhuji. Thank you. ഹരേ കൃഷ്ണ. പ്രണാമ പ്രഭുജി. ഹരേ കൃഷ്ണ.